നമസ്കാരം, വിപിൻ സാറാണ്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. ആ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ശരിക്ക് അതിൻ്റെ ആ സ്ട്രക്ചർ, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൽ സ്പേം ഉണ്ടാകുന്ന മുതൽ ആ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് മൊത്തം കാണിക്കുന്ന അല്ലെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തുകൂടി സ്പേംസ് കടന്നു പോകുന്നത് അതിൻ്റെ ഫ്ലോ ചാർട്ട് ചോദിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിന് ആദ്യം നമ്മൾ ടെസ്റ്റിസിലാണ് സ്പേം ഉണ്ടാകുന്നത്. അപ്പോൾ ടെസ്റ്റിസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കണം. ടെസ്റ്റിസ് നിങ്ങൾ നോക്കെങ്കിൽ ടെസ്റ്റിസിൽ ധാരാളം ചെറിയ ചെറിയ ട്യൂബ്സ് കാണാൻ പറ്റും, കോയിൽഡ് ട്യൂബ്സ്. ഇതിൻ്റെ പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇങ്ങനെ കോയിൽ ചെയ്ത് കിടക്കുന്നു. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് സ്പേം ഉണ്ടാകുന്നത്. അതിനകത്ത് രണ്ട് തരത്തിലുള്ള സെൽസ് ഉണ്ട്, ജേം സെൽസും അതുപോലെ തന്നെ സെർട്ടോളി സെൽസും. ആ ജേം സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അല്ലെ സ്പെർമാറ്റോഗോണിയം സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് സ്പേമായിട്ട് മാറുന്നു. ആ സ്പേമിൻ്റെ മെച്ചുറേഷനെ സഹായിക്കാൻ ന്യൂട്രിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അതിൻ്റെ മെച്ചുറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ സഹായിക്കുന്ന സെൽസാണ് സെർട്ടോളി സെൽ. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് സ്പേം ഉണ്ടാകുന്നത്. ആ സ്പേം പതുക്കെ ഉണ്ടാകുന്ന സ്പേം പതുക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഈ ടെസ്റ്റിസിൻ്റെ പോസിറ്റീവ് പാർട്ടുള്ള ചെറിയ ഇറഗുലർ ക്യാവിറ്റിയിലേക്ക് വരും. കണ്ടോ, ഈ ഇറഗുലർ ക്യാവിറ്റിയുടെ പേരാണ് റെറ്റെ ടെസ്റ്റിസ്. ഇപ്പോൾ സ്പേം ഉണ്ടാകുന്ന സെമിനിഫറസ് ട്യൂബ്യൂളിലാണ്. അവിടെ നിന്നത് എവിടെത്തി, റെറ്റെ ടെസ്റ്റിസിലെത്തി. ഓക്കെ, ആ റെറ്റെ ടെസ്റ്റിസിൽ നിന്ന് സ്പേംസിനെ വെളിയിലേക്ക് കൊണ്ടുവരുന്ന ചെറിയ ട്യൂബ്സ് കാണാൻ പറ്റും, വാസ എഫറൻഷ്യ എന്ന് പറയുന്ന ചെറിയ ട്യൂബ്സ്. കണ്ടോ, അതാണ് മൂന്നാമത്തെ ആൾക്കാർ. ആ വാസ എഫറൻഷ്യ വന്നിട്ട് ചെറിയ കോയിൽഡായിട്ടുള്ള ഒരു ട്യൂബിലേക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്ന ആ ഹൈലി കോയിൽഡ് ട്യൂബിനെ പറഞ്ഞ പേരാണ് എപ്പിഡിഡിമിസ്. എപ്പിഡിഡിമിസിൻ്റെ പ്രത്യേകത ടെമ്പററി സ്റ്റോറേജ് ഓഫ് സ്പേം അവിടെയാണ് നടക്കുന്നത്. ദ ടെമ്പററി സ്റ്റോറേജ് ഓഫ് സ്പേം ടേക്ക് പ്ലേസ് അറ്റ് എപ്പിഡിഡിമിസ്. അവിടെയാണ് താൽക്കാലിക സംഭരണ കേന്ദ്രം. ആ എപ്പിഡിഡിമിസിൽ നിന്ന് പിന്നെ പോകുന്ന ആ ഡക്റ്റിൻ്റെ പേരാണ് വാസ് ഡെഫറൻസ്. ഈ പോകുന്ന ഡക്റ്റിൻ്റെ പേരാണ് വാസ് ഡെഫറൻസ്. ഇപ്പോൾ 5 കൂട്ടരെ അവിടെ തന്നെ നമുക്ക് കിട്ടി. ആരൊക്കെ? സെമിനിഫറസ് ട്യൂബ്യൂള്, പിന്നെ റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡിമിസ്, വാസ് ഡെഫറൻസ്. ഇനി ഇപ്പുറത്തെ ആ പിക്ചറിലേക്ക് വരാമെങ്കിൽ ഈ പോകുന്നതാണ് വാസ് ഡെഫറൻസ്. ഈ പോകുന്നതാണ് വാസ് ഡെഫറൻസ്. ഈ വാസ് ഡെഫറൻസ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞ ഗ്ലാൻഡ് സ്ട്രക്ചറുണ്ട്. ആ സെമിനൽ വെസിക്കിളിൽ നിന്ന് വരുന്ന ഡക്റ്റുമായിട്ട് ഫ്യൂസ് ചെയ്തൊരു കോമൺ ഇജാക്കുലേറ്റഡ് ഡക്റ്റ്. ഈ ഒരു ഭാഗത്തെ ഡക്റ്റാണ് ഇജാക്കുലേറ്റഡ് ഡക്റ്റ്. 2 ടെസ്റ്റിസ് ഉണ്ടായിട്ട് 2 ഇജാക്കുലേറ്റഡ് ഡക്റ്റ്. അത് യൂറിനറി ബ്ലാഡറിന് താഴേക്ക് വരുന്ന യുറീത്രയിലേക്ക് വന്ന് ഓപ്പൺ ചെയ്യും. കണ്ടോ, യുറീത്ര. അപ്പോൾ സ്പേം വീണ്ടും ഇജാക്കുലേറ്റഡ് ഡക്റ്റ് കഴിഞ്ഞിട്ട് യുറീത്ര വഴി താഴേക്ക് വരുന്നു. അത് പെനിസിനുള്ളിൽ കൂടെ വന്ന് വെളിയിലേക്ക് റിലീസ് ചെയ്യുന്നു. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലൂടെയുള്ള സ്പേമിൻ്റെ മൂവ്മെൻറ്റ് കാണിക്കുന്ന ഫ്ലോ ചാർട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ കുറേ ഡക്റ്റ് പറഞ്ഞു. ആ ഡക്റ്റിൻ്റെ കൂടെ ചിലപ്പം ആംബിള്ള പറയും, അല്ലെ ഇസ്തുമസ് പറയും, അല്ലെങ്കിൽ ഇൻഫൻറ്റിബുലം പറയും, അല്ലെ ഫാലോപ്പിൻ ട്യൂബ് എന്ന് പറയും. എന്നിട്ട് ഫൈൻഡ് ഓഡ് വൺ ഗീവ് റീസൺ എന്ന് പറയും. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള ഡക്റ്റുകളും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ ഓഡ് വൺ എന്ന് നോക്കി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഓവറിയുടെ കേസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുമ്പം ഒരു പേർ ഓവറീസ് ആണ്. എന്താ ഈ കാണുന്നത് ഓവറീസ് ആണ് പ്രിൻസിപ്പൽ അല്ലെ പ്രൈമറി റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഫാലോപ്പിൻ ട്യൂബാണിത്. ഈ ഫാലോപ്പിൻ ട്യൂബിന് 3 ഭാഗങ്ങൾ കാണാം. ഇസ്തുമസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ആംബിള എന്ന് പറയുന്നത് ഈ ഒരു വളവ്, അതുപോലെ ഈ ബ്രോഡായിട്ടുള്ള ഭാഗത്തെ ഇൻഫൻറ്റിബിൾ എന്ന് പറയും. ഈ 3 ഭാഗത്തെ കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് ഫാലോപ്പിൻ ട്യൂബ്. അത് കഴിഞ്ഞിട്ട് ഈ ഓവർ നമ്മൾ യൂട്രസ് നമ്മൾ നോക്കാമെങ്കിൽ യൂട്രസിൻ്റെ വോളിൽ 3 തരത്തിലുള്ള മസിൽസ് നമുക്ക് കാണാം. 3 തരത്തിലുള്ള ലെയർ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പുറത്തുള്ളതിനെ പെരിമെട്രം, നടുക്കുള്ള മസ്കുലർ ലെയർ മയോമെട്രം, ഏറ്റവും അകത്തുള്ള എപ്പിത്തീലിയൽ ലെയർ നമ്മൾ എൻഡോമെട്രം എന്ന് പറയും. ഈ എൻഡോമെട്രത്തിലേക്ക് വന്നിട്ടാണ് എംബ്രിയോ അറ്റാച്ച് ചെയ്ത് വളരാൻ തുടങ്ങുന്നത്. പിന്നെ യൂട്രസ് വെളിയിലേക്ക് തുറക്കുന്ന സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം, ആ സെർവിക്കൽ കനാലാണ് ഈ ഭാഗം. അത് കഴിഞ്ഞിട്ട് അത് വജനയിലേക്ക് വരുന്നു. ഇതുവഴിയാണ് ഓവം വെളിയിലേക്ക് പോകുന്നത്. ഈ ഓവറിൽ നിന്നാണ് ഓവം ഉണ്ടാകുന്നത്. ആ ഓവം കളക്ട് ചെയ്യാൻ വേണ്ടി ഈ ഫാലോപ്പിൻ ട്യൂബിൻ്റെ ഇൻഫൻറ്റിബിൾ എന്ന് പറയുന്ന ഭാഗത്ത് ചെറിയ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിംബ്രിയെ. ഓർമ്മ വേണം, ഫിംബ്രിയെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ
പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഗ്യാമറ്റോജനിസിസ്. ആ ഗ്യാമറ്റോജനിസിസ് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ചിലപ്പോൾ ഗ്യാമറ്റോജനിസിസ് എന്താണെന്ന് ഞാൻ ചോദിക്കും. ഗ്യാമേറ്റ്സ് ഉണ്ടാകുന്ന പരിപാടിക്ക് പറയും. അതിൽ തന്നെ സ്പെർമാറ്റോജനിസിസ് ഉണ്ട്, ഊജനിസിസ് ഉണ്ട്. ചിലപ്പോൾ സ്പെർമാറ്റോജനിസിസ് മാത്രമായിട്ട് ചോദിക്കും, ചിലപ്പോൾ ഊജനിസിസ് മാത്രമായിട്ട് ചോദിക്കും. ഡയഗ്രാം ഉണ്ട്, ആ ഡയഗ്രാം വെച്ചിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ ചോദിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സ്പെർമാറ്റോജനിസിസ് നമ്മൾ നോക്കാമെങ്കിൽ ധാരാളം രണ്ട് ഇവൻറ്റ്സാണ് ശരിക്കും. ഒന്ന് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ഉണ്ടാകുന്ന പരിപാടിയും, മറ്റൊന്ന് ആ സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞാൽ സെല്ല്, ഹാപ്ലോയിഡ് സെല്ല്. ആ സ്പെർമാറ്റിഡ് രണ്ട് ഇവയാണ് സ്പെർമാറ്റിഡ് എന്ന് പറയുന്നത്. ഈ ഹാപ്ലോയിഡ് സെല്ല്, ഈ സ്പെർമാറ്റിഡ് ഫങ്ഷണൽ സ്പേമായിട്ട്, തലയും വാലും ഒക്കെയുള്ള ഫങ്ഷണൽ സ്പേമായിട്ട് മാറുന്ന ആ ഒരു പരിപാടിക്ക് പറയുന്ന പേരാണ് സ്പെർമിയോജനിസിസ്. അപ്പം ഇവിടം മുതൽ ഈ ഒരു ഭാഗം വരെ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡും അതിനുശേഷം ഉള്ള ഭാഗത്തെ സ്പെർമിയോജനിസിസ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ടൊന്ന് കൃത്യമായിട്ടൊന്ന് നോക്കിയേക്കണം. സ്പെർമാറ്റോജനിസിസിനകത്ത് നമ്മൾ നോക്കാമെങ്കിൽ കാണാം 3 ഫേസാണ് ആദ്യം ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിനകത്തുള്ളത്. ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. കണ്ടോ, ഈ സ്പെർമാറ്റോഗോണിയൽ സെല്ല് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ക്രോമസോം നമ്പർ മാറത്തില്ല, 2n കണ്ടീഷനാണ്. എല്ലാം പുതിയതായിട്ടുണ്ടാകുന്ന സെല്ലെല്ലാം 2n കണ്ടീഷനാണ്. അങ്ങനെ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് നമ്പർ ഓഫ് സ്പെർമാറ്റോഗോണിയെ ഫോം ചെയ്യുന്നു. അതിൽ ചില സ്പെർമാറ്റോഗോണിയൽ സെൽസ് ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത ഫേസായ ഗ്രോത്ത് ഫേസിലേക്ക് കടക്കുന്നു. ഏത് ഫേസാണ്? ഗ്രോത്ത് ഫേസ്. അപ്പോൾ ആദ്യത്തെ ഫേസാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. അത് ധാരാളം സ്പെർമാറ്റോഗോണി ഉണ്ടാകുന്നു. അതിനുശേഷം ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഏത് ഫേസിലേക്ക് കടക്കുന്നു? ഗ്രോത്ത് ഫേസിലേക്ക് കടക്കുന്നു. ആ ഗ്രോത്ത് ഫേസിൽ കടന്നിട്ട് ഈ ഉണ്ടായി വരുന്ന സെല്ലിൻ്റെ പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ത് ചെയ്യുന്നു? അടുത്ത മെച്ചുറേഷൻ ഫേസിലേക്ക് കടക്കുന്നു. മെച്ചുറേഷൻ ഫേസ് അഥവാ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്. ആ മെച്ചുറേഷൻ ഫേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മിയോട്ടിക് ഡിവിഷനാണ്. ഒരു മിയോസിസ് എന്ന് പറഞ്ഞാൽ 2 ഡിവിഷനുണ്ട്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. അപ്പോൾ മിയോസിസ് 1ൻ്റെ ഫലമായിട്ട് ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറുന്നു. മ്യൂസിസ് അപ്പോൾ ക്രോമസോം നമ്പർ ഇവിടെ n ആവും. അത് റിഡക്ഷൻ ഡിവിഷനാണ്. ഇവിടെ വരെ 2n ആയിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ റിഡക്ഷൻ ഡിവിഷനാണ് n ആയിട്ട് മാറും. എന്നിട്ട് ആ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്തായിട്ട് മാറുന്നു? സെക്കൻഡ് മ്യൂട്ടേറ്റ് ഡിവിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് സ്പെർമാറ്റിഡായിട്ട് മാറുന്നു. അത് ഹാപ്ലോയിഡാണ് അല്ലേ? അപ്പോൾ ഈ സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നു. ഓക്കെ, ഇനി ആ സ്പെർമാറ്റിഡ് എന്തായിട്ട് മാറും? തലയും വാലും ഒക്കെ ഉള്ള സ്പേമായിട്ട് മാറുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത്? സ്പെർമിയോജനിസിസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എന്താണ് ഫോർമേഷൻ ഓഫ് സ്പേം. പിന്നെ ഈ ഒരു പടം ഡയഗ്രാമാറ്റിക് സെക്ഷൻ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ എൻലാർജ്ഡ് പടം തരും. എന്നിട്ട് എന്തൊക്കെയാണെന്ന് അടയാളപ്പെടുത്തുക. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ സ്പെർമാറ്റോഗോണിയൽ സെല്ല്. ആ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഏറ്റവും അകത്തെ ലെയറിലാണ് സ്പെർമാറ്റോഗോണിയൽ സെൽസ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ സെർട്ടോലി സെൽസ് കാണാൻ നമുക്ക് തന്നെ ഇവിടെ ആ നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സെൽസാണ് ഇവിടെ സെർട്ടോലി സെൽസ് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സ്പെർമാറ്റോഗോണിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്തുണ്ടാകുന്നുണ്ട്? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകുന്നത്. ഇതാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകൾ. ഇതൊക്കെ പ്രൈമറി സ്പെർമാറ്റോസൈറ്റുകളാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ട് വീണ്ടും സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇവയൊക്കെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകളാണ്. ആ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വീണ്ടും എന്ത് ചെയ്യും? സെക്കൻഡ് മ്യൂട്ടേറ്റ് ഡിവിഷൻ നടക്കുന്ന ഫലമായിട്ട് സ്പെർമാറ്റിഡായിട്ട് മാറും. ഇത് തന്നെ സ്പെർമാറ്റിഡ്. ഇപ്പോൾ സ്പെർമാറ്റിഡുകളുണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് സ്പേമായിട്ട് മാറും. ഇത് സ്പേം ഇങ്ങനെ വാലുപോലെ കണ്ടോ സ്പേമായിട്ട് മാറും. അപ്പോൾ ഈ സെല്ലുകൾ അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പടം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് നോക്കിയേക്കണം കേട്ടോ. ദെൻ സ്പേമിൻ്റെ സ്ട്രക്ചർ അത്ര വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും മിഡ് ടേമിനൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ള മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്പേമിൻ്റെ സ്ട്രക്ചർ. സ്പേമിന് 4 ഭാഗങ്ങൾ കാണാം. ഒരു ഹെഡ് കാണാം, ഒരു ചെറിയൊരു നെക്ക് കാണാം, പിന്നെ ഒരു മിഡിൽ പീസ് കാണാം, ദെൻ ഒരു ടെയില് കാണാം. ഇങ്ങനെ 4 ഭാഗങ്ങളാണ് ഒരു സ്പേമിന് ഉള്ളത്. അപ്പോൾ ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയില്, ഇങ്ങനെ 4 ഭാഗം. ഹെഡ് നമ്മൾ നോക്കാമെങ്കിൽ ഹെഡിനകത്ത് പ്രധാനമായിട്ട് ന്യൂക്ലിയസ് ആണ്, വേറെ ഒന്നുമില്ല. ഹെഡ് നിറയെ എന്താണ്? ന്യൂക്ലിയസ് ആണ്. ഇത് ന്യൂക്ലിയസ് ആണ്. അതിനതാണ് അവൻ്റെ ഹാപ്ലോയിഡ് സെറ്റ് ക്രോമസോം മീൻസ് ഹാപ്ലോയിഡ് ക്രോമസോംസ് 23. നമ്മുടെ കേസ് 23 ക്രോമസോം ഇരിക്കും ഇവിടെയാണ്. പിന്നെ തലയിലാണെങ്കിൽ മറ്റൊരു സാധനം കൂടി ഉണ്ട്. അതിന് മണ്ടയ്ക്കായിട്ട് അക്രോസോം എന്ന് പറയുന്ന ഒരു ബാഗ്. അതിനകത്ത് കുറേ ലൈറ്റിക് എൻസൈംസ് ആണ്, മീൻസ് ഡൈജസ്റ്റിംഗ് എൻസൈമുകളാണ് അതിനകത്ത് നിറഞ്ഞിരിക്കുന്നത്. പെനട്രേഷൻ ഫെർട്ടിലൈസേഷൻ സഹായിക്കുന്ന ചില എൻസൈമുകളാണ് അവിടെ നിറഞ്ഞിരിക്കുന്നത്.
പിന്നെ നെക്ക് റീജിയനിലായിട്ട് നമുക്ക് രണ്ട് സെൻട്രിയോൾ കാണാം, പ്രോക്സിമസ് സെൻട്രിയോളും ഡിസ്റ്റൽ സെൻട്രിയോളും. അതിൽ പ്രോക്സിമസ് സെൻട്രിയോൾ ശരിക്കും പ്ലേ റോൾ ഇൻ ഫസ്റ്റ് ക്ലീവേജ് സൈഗോട്ട് ഡിവൈഡ് ഫെർട്ടിലൈസേഷൻ നമ്മൾ സൈഗോട്ട് ഉണ്ടാകത്തില്ല, ആ സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ് പ്രോക്സിമസ് സെൻട്രിയോൾ. ഡിസ്റ്റൽ സെൻട്രിയോൾ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ടെയിലിൻ്റെ ആക്സിയൽ കോംപ്ലക്സ് എന്നാണ് ഇതിൻ്റെ പേര്, അതിങ്ങനെ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ആ ഡിസ്റ്റൽ സെൻട്രിയോളിൽ നിന്നാണ്. അതാണ് ടെയിലായിട്ട് പിന്നെ മാറുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ആ മിഡിൽ പീസിനകത്ത് ഒരു സ്പൈറൽ മൈറ്റോകോൺട്രിയ ആണെങ്കിൽ സ്പൈറൽ ചുറ്റിക്കിടക്കുന്ന മൈറ്റോകോൺട്രിയ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ആ സ്പൈറൽ മൈറ്റോകോൺട്രിയയുടെ ആണ് ഈ സ്പേം മൂവ് ചെയ്യാൻ ആവശ്യമായ ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സ്പൈറൽ മൈറ്റോകോൺട്രിയ ആണ്. അത് ഓർമ്മ വേണം. പിന്നെ ഊജനിസിസ് ആണ്. ഊജനിസിസ് എന്ന് പറയുന്നത് 3 ഫേസുകൾ, അത് സ്പെർമാറ്റോജനിസിസ് പറഞ്ഞ കൂട്ടി തന്നെ 3 ഫേസുകളാണ്. മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, മെച്ചുറേഷൻ ഫേസ്. ഈ 3 ഫേസുകൾ. മൾട്ടിപ്ലിക്കേഷൻ ഫേസ് നമ്മൾ മുമ്പ് കണ്ട കൂട്ടി തന്നെ അവിടെ സ്പെർമാറ്റോഗോണി ആണെങ്കിൽ ഇവിടെ ഊഗോണിയാണ്. അത് റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തുന്നു. അങ്ങനെ എന്താണ് നമ്പർ ഓഫ് ഊഗോണിയെ ഫോം ചെയ്യുന്നു. ആ ഇവയെല്ലാം എന്താണ് ഡിപ്ലോയിഡ് കണ്ടീഷനാണ്, 2n കണ്ടീഷനാണ്. അതിൽ കുറേ സെല്ലുകൾ ആ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് കിടക്കുക. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഫേസ് ആണ്. ആ ഗ്രോത്ത് ഫേസിൻ്റെ ഫലമായിട്ട് ഇതൊന്ന് വലുതാകുന്നു. ഇതിനെ വിളിക്കും പ്രൈമറി ഊസൈറ്റ്. അവിടെ സ്പെർമാറ്റോജനിസിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ്, ഇവിടെ പ്രൈമറി ഊസൈറ്റ്. ഈ പ്രൈമറി ഊസൈറ്റ് അടുത്ത മെച്ചുറേഷൻ ഫേസിലേക്ക് കിടക്കുന്നു. ഇവിടെ മെച്ചുറേഷൻ ഫേസ് എന്ന് പറയുന്നതും ശരിക്കും നമ്മൾ മുമ്പ് പറഞ്ഞ തൊട്ട് മ്യൂട്ടിക് ഡിവിഷനാണ്. മിയോസിസ് 1 ഉണ്ട്, മിയോസിസ് 2 ഉണ്ട്. പക്ഷേ ഇവിടുത്തെ മ്യൂട്ടിക് ഡിവിഷന് പ്രത്യേകതയുണ്ട്. ഈ മ്യൂട്ടിക് ഡിവിഷൻ അൺഈക്വൽ ആയിരിക്കും. അതായത് ഒരു സെല്ല് വലുതും ഒരു സെല്ല് ചെറുതുമായിരിക്കും. ആ ചെറിയ സെല്ലിനെ വിളിക്കും ഫസ്റ്റ് പോളർ ബോഡി, വലിയ സെല്ലിനെ വിളിക്കും സെക്കൻഡ് ഊസൈറ്റ് എന്ന്. ഇതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാക്സിമം സൈറ്റോപ്ലാസം ആർക്ക് കിട്ടും? ആ ഊസൈറ്റിന് കിട്ടും. പോളർ ബോഡി ചെറുതായിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവാണ്. മാക്സിമം സാധാരണ ഡിവിഷൻ നടക്കുമ്പോൾ 2ആയിട്ട് മാറുമല്ലോ, ഇത് 2ആയിട്ട് മാറത്തില്ല. ഭൂരിഭാഗം ഈ ഒരു സെല്ലിൽ തന്നെ സെക്കൻഡ് സ്പെർമാറ്റോസൈറ്റിൽ തന്നെ കിട്ടും. ആ സെല്ലിലെ മെറ്റീരിയൽ മൊത്തം സൈറ്റോപ്ലാസം ഉൾപ്പെടെയുള്ള സാധനമെല്ലാം ഈ സെക്കൻഡ് ഊസൈറ്റിന് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. പിന്നെ ഇത് വീണ്ടും മിയോസിസ് 2 നടക്കും. മിയോസിസ് 2 എന്താണ് ഈ മിയോസിസ് 1 നടക്കുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് സെക്കൻഡ് ഊസൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. മിയോസിസ് 2 നടക്കുമ്പോൾ അതും അൺഈക്വൽ ഡിവിഷനാണ്. ചെറിയ സെല്ല് സെക്കൻഡ് പോളർ ബോഡി എന്ന് പറയും, വലിയ സെല്ലിന് ഓവം എന്ന് പറയും. ഈ ഓവമാണ് ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ടൊക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ഈ 3 ഫേസ്. അവിടെ നടന്ന കൂട്ട് തന്നെയാണ്, പേര് ജസ്റ്റ് ഒന്ന് മാറി. അതുപോലെ മ്യൂട്ടിക് ഡിവിഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. അൺഈക്വൽ ഡിവിഷനാണ് മിയോസിസ് 1 മിയോസിസ് 2. അതുകൊണ്ട് മിയോസിസ് 1ൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് പോളർ ബോഡിയും മിയോസിസ് 2ൻ്റെ ഫലമായിട്ട് സെക്കൻഡ് പോളർ ബോഡിയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ കാര്യം ഒന്ന് നോക്കിക്കണം. അതേപോലെ തന്നെ ഒരു ഓവറിയുടെ സെക്ഷൻ തന്നിട്ടുണ്ട്. ധാരാളം പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട്, ഒവേറി ഫോളിക്കിൾ. അത് ഡെവലപ്പ് ചെയ്ത് സെക്കൻഡറി ഒവേറി ഫോളിക്കിളാവുന്നു, ടെർഷ്യറി ഒവേറി ഫോളിക്കിളാവുന്നു. ഇത് ടെർഷ്യറി ഒവേറി ഫോളിക്കിളാണ്. ഈ ടെർഷ്യറി ഒവേറി ഫോളിക്കിൾ നടുക്കൊരു ക്യാവിറ്റി കാണാൻ പറ്റും. അതിൻ്റെ പേരാണ് ആൻഡ്രം എന്ന് പറയുന്നത്. ഒരു സ്പേസ് വാക്യൂൾ നമുക്ക് കാണാം, അതാണ് ആൻഡ്രം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും ഡെവലപ്പ് ചെയ്തും ആൻഡ്രം വലുതായി ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ മെച്ചർ ഒവേറി ഫോളിക്കിളാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓവം ഫുള്ളി ഡെവലപ്ഡായി. അത് കഴിയുമ്പോൾ അത് എന്താണ് ഓവുലേഷൻ നടക്കുന്നു. ഓവുലേഷൻ നടക്കുമ്പോൾ ഇതിനകത്തുള്ള ഓവം വെളിയിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഈ ഫോളിക്കുലർ സെല്ലെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് കോർപ്പസ് ലൂട്ടി എന്ന് പറഞ്ഞ ഈ ഒരു യെല്ലോയിഷ് സ്ട്രക്ചറായിട്ട് മാറിയതിൽ കോർപ്പസ് ലൂട്ടിയാണ്. ആ കോർപ്പസ് ലൂട്ടിയുമാണ് പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫോളിക്കുലർ സെൽ, ഒവേറി ഫോളിക്കുലർ സെല്ലാണ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഫീമെയിൽ സെക്സ് ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്നും ഓർമ്മ വേണം. ഓവറുടെ സ്ട്രക്ചർ ഒന്ന് ഓർമ്മ വേണം. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ പടം അടയാളപ്പെടുത്താൻ. അപ്പോൾ ഒന്ന് ഓർത്തോണം കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിള് ഫീമെയിൽസിൽ ഏതാണ്ട് 28 ദിവസം കൂടി ഇരിക്കുമ്പോൾ സ്ത്രീകളിൽ നടക്കുന്ന സൈക്ലിക് ഇവൻറ്റ്സ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. അതിൻ്റെ വിവിധങ്ങളായ ഫേസുകളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു ഫേസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്. ഏതാണ്ട് ഒരു കുട്ടി 10, 12, 13 ഇപ്പം അല്പം കൂടി നേരത്തെ 12, 13 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് മെൻസസിന് പറഞ്ഞ പേരാണ് മിനാർക്കെ. അത് കഴിഞ്ഞ് അതൊരു 50 വയസ്സ് വരെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. ഈ
മെൻസ്ട്രൽ സൈക്കിൾ കാണില്ല, ആ അവസ്ഥയ്ക്ക് വിളിക്കും മെനോപോസ് എന്ന് പറയും. അതുകൊണ്ട് ഒരു 12നും 50നും ഇടയ്ക്കുള്ള പ്രായമാണ് ഫീമെയിൽസ് റിപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായിട്ടുള്ള ഒരു ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെൻസ്ട്രൽ സൈക്കിളിലെ ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഫേസ് ആണ്. ഒരു 3 മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഫേസാണ് മെൻസ്ട്രൽ ഫേസ്. ഈ സമയത്ത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ ആ ഓവം ദ കോർപ്പസ് ലൂട്ടിയസ് ആസ് ഡീജനറേറ്റിംഗ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നില്ല, കോർപ്പസ് ലൂട്ടി നമ്മൾ കണ്ടില്ലേ, അവനാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത്. പ്രൊജസ്ട്രോൺ ആണ് യൂട്രസ് ഒക്കെ നല്ല വെൽ ഡെവലപ്ഡ് ആയിട്ട് ഹൈലി വാസ്കുലാറിറ്റൊക്കെ ഇരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. അപ്പോൾ കോർപ്പസ് ലൂട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പം ഈ എൻഡോമെട്രിയം പതുക്കെ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യും. ദിസ് റിസൾട്ട് ഇൻ എ ഡിക്രീസ് പ്രൊജസ്ട്രോൺ, എൻഡോമെട്രിയം ഫെയിൽസ് ടു ബി മെയിൻറ്റെയിൻഡ്. അവൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യണം, അവിടെ നിലനിൽക്കാൻ പറ്റും. അപ്പോൾ ആ ബ്രേക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ബ്ലഡ് ക്യാപ്പിലറീസ് പൊട്ടുകയും ആ അൺഫെർട്ടിലൈസ്ഡ് ഓവത്തോടൊപ്പം ഈ റപ്ചർഡ് എൻഡോമെട്രിയം ബ്ലഡ് വെസൽസും വെളിയിലേക്ക് പുറത്ത് വജന വഴി വെളിയിലേക്ക് വരികയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ മെൻസസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആ ബ്ലീഡിങ് പറയുന്ന പേരാണ് മെൻസസ് അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ എന്ന് പറയും. ഓക്കെ, അത് 3 മുതൽ 5 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കും. ബ്ലഡ് ഫ്ലോ ചെയ്യും, ഭയങ്കര അബ്ഡോമിനൽ പെയിനൊക്കെ, കാരണം അവിടുന്ന് പൊട്ടി വരികയാണ്. അപ്പം അബ്ഡോമിനൽ പെയിനൊക്കെ ഉണ്ടാകും. ദെൻ രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഫോളിക്കുലർ ഫേസ് ആണ്. അടുത്ത ഓവൻ ഡെവലപ്പ് ചെയ്യാൻ പോവാം. അടുത്ത പ്രൈമറി ഓവറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിക് ഫോളിക്കിലേക്ക് പോവുകയാണ്. ഇത് 14ാമത്തെ ദിവസം വരെ നീണ്ടു നിൽക്കും. ഏത് ഫോളിക്കുലർ ഫേസ് അല്ലെ പ്രോലിഫറേറ്ററി ഫേസ് എന്നും പറയും. പ്രോലിഫറേറ്ററി ഫേസ് അഥവാ ഫോളിക്കുലർ ഫേസ് എന്ന് പറയും. ഈ സമയത്ത് 2 ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പിറ്റ്യൂട്ടറി ആൻറ്റീരിയർ ലോബിൽ നിന്ന് 2 പ്രധാനപ്പെട്ട ഹോർമോണുകൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, FSHും LHും. അതിൽ FSH ആണ് ശരിക്കും വന്നിട്ട് ഒവറി ഫോളിക്കിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത ഡെവലപ്മെൻറ്റ് നടക്കും. ഒവറി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്ത് ഗ്രാഫിക് ഫോളിക്കിലേക്ക് ആകുന്നതിനനുസരിച്ച് തന്നെ ഈസ്ട്രൻ്റെ ഉൽപ്പാദനം, ഫോളിക്കുലർ സെൽസ് ഈസ്ട്രൻ്റെ ഉൽപ്പാദനം നടത്തുകയും ഈസ്ട്രൻ്റെ അളവ് കൂടുന്നതനുസരിച്ച് ഗ്രോത്ത് ഓഫ് എൻഡോമെട്രിയം പറഞ്ഞു പോയായിരുന്നല്ലോ. അപ്പോൾ എൻഡോമെട്രിയം ആ പാച്ച് വർക്ക്, ആ എൻഡോമെട്രിയൊക്കെ അതിൻ്റെ ഗ്രോത്തും അതിനൊക്കെ ഈ ഈസ്ട്രോജൻ സഹായിക്കുകയും അങ്ങനെ എൻഡോമെട്രിയം ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. അപ്പോൾ 2 ഫേസായി. ഒന്ന് മെൻസ്ട്രൽ ഫേസ്, രണ്ടാമത്തെ ഫോളിക്കുലർ ഫേസ്. മൂന്നാമത്തെ ഫേസ് ഓവുലേറ്ററി ഫേസാണ്. ഓവുലേഷൻ നടക്കുകയാണ് 14th ഡേയിലാണ് ഇത് സാധാരണ നടക്കുന്നത്. സാധാരണ ഒരു നോർമൽ ലേഡിയിൽ 14ാമത്തെ ദിവസം, അത് മെൻസസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ദിവസം 2ാമത്തെ ദിവസം ഇങ്ങനെ 14ാമത്തെ ദിവസം ആകുമ്പോൾ അടുത്ത ഓവം റിലീസ് ചെയ്യുന്നതാണ് ഓവുലേഷൻ എന്ന് പറയും. ആ ഓവുലേഷൻ്റെ സമയത്ത് LH എന്ന് പറയുന്നത് ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ വളരെ കൂടുതലാണ്. അതായത് FSHനേക്കാൾ കൂടുതലായിട്ട് LH റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 14ാമത്തെ ദിവസം ആയി കഴിയുമ്പോൾ ഈസ്ട്രോൺ ഗ്രാഫിക് ഫോളിക്കിളായിട്ടുണ്ട്, ഈസ്ട്രോൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അത് ഹൈപ്പോതലാമസ് മനസ്സിലാക്കിക്കൊണ്ടാണ് ആൻറ്റീരിയർ ലോബിയിൽ നിന്ന് FSHനെ റിലീസ് ചെയ്യുന്നതിനെ കുറച്ചുകൊണ്ട് LH കൂടുതൽ അധികരിച്ച് റിലീസ് ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് LH സർജ്. അതിൻ്റെ ഫലമായിട്ടാണ് ആ ഗ്രാഫിക് ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് അതിനകത്ത് ഓവത്തെ വെളിയിലേക്ക് റിലീസ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് ഓവുലേഷൻ. ഈ വെളിയിലേക്ക് വന്ന ഓവും ഏതാണ്ട് 24 മണിക്കൂർ ഒരു ദിവസമായിരിക്കും ഫങ്ഷണലായിട്ടിരിക്കുക, ലൈവായിട്ടിരിക്കുന്നത്. അപ്പോൾ LH വന്ന് ഓവുലേഷൻ നടത്തി അതിനുശേഷം ഗ്രാഫിക് ഫോളിക്കിളിലുള്ള സെല്ലുകളെല്ലാം കൂടി ചേർന്ന് കോർപ്പസ് ലൂട്ടി ആവുന്നു. കോർപ്പസ് ലൂട്ടി അടുത്ത ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. ഏത്? പ്രൊജസ്ട്രോൺ. അപ്പോൾ ഈസ്ട്രോൺ അളവ് കുറഞ്ഞു. കാരണം ഈസ്ട്രോൺ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഫോളിക്കുലർ സെല്ലായിരുന്നു. ഗ്രാഫിക് ഫോളിക്കിൾ പൊട്ടിക്കഴിഞ്ഞ് അത് കോർപ്പസ് ലൂട്ടി ആയിട്ട് മാറിയപ്പോൾ ഈസ്ട്രോൺ ഇനി ഉണ്ടാകുന്നില്ല, പകരം ഏതുണ്ടാകാൻ പോകുന്നു? പ്രൊജസ്ട്രോൺ ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ അതിന് ലൂട്ടിയൽ ഫേസ്, കാരണം കോർപ്പസ് ലൂട്ടിയമാണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയും, അല്ലെങ്കിൽ സെക്രട്ടറി ഫേസ് എന്ന് പറയും. അവിടെ എന്താ ഇത് പിന്നീട് വരുന്ന 12 മുതൽ 14 ദിവസം വരെ നീണ്ടി ആഫ്റ്റർ ഓവുലേഷന് ശേഷം വരുന്ന ഒരു 10, 14, 28ാമത്തെ ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഫേസാണ് ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത്. ആ ലൂട്ടിയൽ ഫേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മറ്റ് ഒവറി ഫോളിക്കിൾ മെച്ചറാകുന്നതിനെ തടയപ്പെടും. അതിന് കാരണക്കാരൻ ആ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. അതുപോലെ തന്നെ ഫർദർ ഗ്രോത്ത് ഓഫ് എൻഡോമെട്രിയം ശരിക്കും ഇംപ്ലാന്റേഷനെ സജ്ജമാക്കത്തക്ക വിധത്തിലുള്ള വീണ്ടും കൂടുതൽ വളരെ ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഹൈലി വാസ്കുലറായിട്ട് മാറുന്നു. ഇതൊക്കെ പ്രൊജസ്ട്രോണിൻ്റെ ഫലമായിട്ടാണ്. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ പ്രൊജസ്ട്രോൺ അളവ് കുറയാൻ തുടങ്ങുന്നു. അങ്ങനെ കുറഞ്ഞ് ഈ എൻഡോമെട്രിയത്തെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് പ്രൊജസ്ട്രോണാണ്. പ്രൊജസ്ട്രോൺ അളവ് കുറഞ്ഞപ്പോൾ എൻഡോമെട്രിയം പതുക്കെ അവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുമ്പിലത്തെ കൂട്ടി വീണ്ടും അത് അൺഫെർട്ടിലൈസ്ഡ് ഓവത്തോടൊപ്പം പുറത്ത് വരാൻ തുടങ്ങുന്നു. അത് അടുത്ത മെൻസസ് ആയി. ഏതാണ്ട് 28ാമത്തെ ദിവസമായിരിക്കും അത് സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത
മെൻസസ്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരൊറ്റ ഗ്രാഫായിട്ട് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഈ ഗ്രാഫ് തന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ആ ഗ്രാഫ് നമ്മൾ നോക്കാമെങ്കിൽ ഒന്ന് പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ അളവിലുള്ള വേരിയേഷൻ ലെവൽ അതാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഒവേറിയൻ ഇവൻറ്റ്സ്, അതായത് ഓവറിക്കകത്ത് എന്തൊക്കെ നടക്കുന്നു. മൂന്നാമത്തെന്ന് പറയുന്നത് ഓവേറിയൻ ഹോർമോൺ ലെവൽ. ഓവറി 2 ഹോർമോൺ ഉണ്ടാക്കുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോണും. ലാസ്റ്റ് വൺ യൂട്രൈനുള്ള ഇവൻറ്റ്സ്, യൂട്രൈൻ്റെ ഡെവലപ്മെൻറ്റിലും അവിടെ മെൻസസ് ഉൾപ്പെടെയുള്ള കാര്യം, ബ്ലീഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, ഞാൻ ആദ്യമേ പറഞ്ഞ 2 ഹോർമോണാണ് പിറ്റ്യൂട്ടറി ആൻറ്റിലോബിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്നത്, FSHഉം LHഉം. FSH വരുന്നതിൻ്റെ ഫലമായിട്ട് ഒവേറിയൻ ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ഡെവലപ്പ് ചെയ്ത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അത് 14ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക്, ഏതാണ്ട് 14ാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഗ്രാഫിയൻ ഫോളിക്കിലേക്ക് എത്തുന്നു കൃത്യമായിട്ട്. അപ്പോൾ FSHനേക്കാൾ ഇത് FSH ആണ്, അതിനേക്കാൾ കൂടുതൽ LH പ്രൊഡ്യൂസ്. അത് ഞാൻ പറഞ്ഞ അങ്ങനെ LH പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഈ ഡെവലപ്പിംഗ് ഒവേറിയൻ ഫോളിക്കിളാണ് ഈസ്ട്രജനെ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഗ്രാഫിക് ഫോളിക്കിളൊക്കെയാണ് മാക്സിമം ഈസ്ട്രജൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 14ാമത്തെ ദിവസം വരുമ്പോൾ ഈസ്ട്രജൻ അളവ് മാക്സിമം ആണ്. അന്നേരമാണ് LHനെ റിലീസ് ചെയ്യുന്നത്. LHനെ അങ്ങോട്ട് റിലീസ് ചെയ്യുമ്പം ഗ്രാഫിക് ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഇതിനെ വെളിയിലേക്ക് റിലീസ് ചെയ്യും, ഓവത്തെ വെളിയിലേക്ക് റിലീസ് ചെയ്യുന്നു. ആ ബാക്കിയുള്ള ഫോളിക്കുലർ സെല്ലെല്ലാം കൂടെ എന്തായിട്ട് മാറാൻ തുടങ്ങുന്നു, കോർപ്പസ് ലൂട്ടിയമായിട്ട് മാറാൻ തുടങ്ങുന്നു. ഇവിടെ അതനുസരിച്ച് ഈ യൂട്രൈൻ വോളിലും ആദ്യത്തെ ഒരു 4-5 ദിവസം ബ്ലീഡിംഗ് ആണ്. അതിനുശേഷം ഈസ്ട്രജൻ വരുന്നതനുസരിച്ച് പതുക്കെ അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. കണ്ടോ, പാച്ച് വർക്ക് നടക്കുന്നുണ്ട്. അതിനുശേഷം ഓവുലേഷൻ നടന്നതിന് ശേഷം ഫോളിക്കുലർ സെല്ലില്ല, അപ്പോൾ ഈസ്ട്രജൻ്റെ അളവ് കുറയും. പിന്നെ കോർപ്പസ് ലൂട്ടിയം അടുത്ത ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഏതാ, പ്രൊജസ്ട്രോൺ. കണ്ടോ, പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടി 10-24 ദിവസമൊക്കെ ആകുമ്പോൾ, 10-22 ദിവസമൊക്കെ ആകുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ അളവ് മാക്സിമത്തിലാവും. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യാൻ പോകാം. റിഗ്രസിങ് കോർപ്പസ് ലൂട്ടിയം ആ ഡീജനറേറ്റ് ചെയ്ത് പോയി അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയാൻ തുടങ്ങുന്നു. പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയാൻ തുടങ്ങുമ്പോൾ എൻഡോമെട്രിയം വീണ്ടും ബ്രേക്ക് ചെയ്യുന്നു, പൊട്ടി പറഞ്ഞു പോകുന്നു. അപ്പോൾ അടുത്ത ബ്ലീഡിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു 28ാം ദിവസം. അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ 4 ഫേസുകൾ കൃത്യമായിട്ട് ഗ്രാഫായിട്ട് ഇവിടെ തന്നിരിക്കുകയാണ്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ഫെർട്ടിലൈസേഷനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ പോപ്പുലേഷൻ നോക്കാമെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1 ആണ്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അവിടെ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തതാണ്. ഫീമെയിൽസ് 2 തരത്തിലെ സെക്സ് ക്രോമസോം, 2 സെക്സ് ക്രോമസോമിൽ 2ഉം 1 തന്നെയാണ്, X ആണ്. മെയിൽസ് 2 തരത്തിൽ Xഉം ഉണ്ട്, Yയും ഉണ്ട്. അപ്പോൾ അത് കൂടിച്ചേരുവാനുള്ള സാധ്യത അനുസരിച്ച് ആണാകാനും പെണ്ണാകാനുള്ള സാധ്യത ഒരേപോലെയാണ്. അതുകൊണ്ടാണ് സെക്സ് റേഷ്യോ 1:1 എന്ന് നിൽക്കുന്നത്. അതേപോലെയാണ് ഈ ഒരു പടം. ഇത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് ശേഷമുള്ള ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിൻ്റെ ഈ ഒരു ജംഗ്ഷനെ വെച്ചാണ് കാണാം. ഈ ഇസ്തമിക് ആംബുലറി ജംഗ്ഷൻ എന്ന് പറയും. ഇവിടെയാണ് സ്പേമും ഓവവും തമ്മിൽ കൂടിച്ചേരുന്നത്. ഇവിടെ ഓവത്തെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓവ ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ സ്പേം കയറി വരുന്നു. ഇവിടെ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഇത് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നു. ഡിവൈഡ് ചെയ്യുന്നതിന് പറഞ്ഞ പോലെ ക്ലീവേജ്. അങ്ങനെ ഒരു 10-16 സെല്ലുള്ള സ്ട്രക്ചറിലേക്ക് എത്തുന്നുണ്ട്. ആ സ്റ്റേജിന് പറയും മോറുല എന്ന് പറയും. ഇതൊക്കെ മോറുലയാണ്. അത് കഴിഞ്ഞിട്ട് സ്പെറിക്കൽ സ്ട്രക്ചറിലേക്ക് മാറും. അതിൻ്റെ പേരാണ് ബ്ലാസ്റ്റുല അഥവാ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയും. ഈ രൂപം ആകുമ്പോഴത്തേക്ക് അത് എവിടെ എത്തിയിട്ടുണ്ടാവും, ഈ യൂട്രൈൻ അകത്തെത്തി. എന്നിട്ട് അത് എൻഡോമെട്രിയമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അവിടെ വളരാൻ തുടങ്ങും. അപ്പം ഇംപ്ലാന്റേഷൻ എന്നാണ് ആ പരിപാടിക്ക് പറയുന്നത്. അപ്പോൾ ഈ പടവും ഒന്ന് നോക്കിയേക്കണം. ABCD ഇട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദെൻ പ്ലാസൻ്റെക്കുറിച്ച് പറയുമ്പോൾ, പ്ലാസൻ്റയിൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള കണക്ഷനാണ്, ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജാണ് പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ. പ്ലാസൻ്റ ഒരു ന്യൂട്രിയൻസിൻ്റെ എക്സ്ക്രീറ്റീവ് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ച് മാത്രമല്ല അവിടെ നടക്കുന്നത്, മറിച്ച് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് കൂടി പ്ലാസൻ്റ ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. ചില പ്രധാനപ്പെട്ട ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണ്, ഹ്യൂമൻ പ്ലാസൻ്റൽ ലാക്ടോജൻസ്, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ഇവയൊക്കെ പ്രഗ്നൻസിക്ക് ആവശ്യമായ ഇത്തരത്തിലുള്ള ഹോർമോണുകളൊക്കെ കുറഞ്ഞ അളവിലുള്ള ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോണും ഉൾപ്പെടെയുള്ള ഹോർമോണുകൾ ആര് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, പ്ലാസൻ്റ സെക്രീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നത്. അവർ പ്ലാസൻ്റ ടു ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർമ്മ വേണം കേട്ടോ.
അതേപോലെ തന്നെ ഈ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണും പ്ലാസിനും ഉണ്ടാക്കുന്നതാണ്. അതിൽ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ HCG HPL റിലാക്സിൻ ഇത് ഒരു പെണ്ണ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന അവസരത്തിൽ മാത്രമേ ഉള്ളൂ സെക്രേറ്റ് ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ HCG HPL റിലാക്സിൻ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ് തന്നാൽ ഫൈൻഡ് ഓഡ് വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്ട്രോജനാണ്. കാരണം ഈസ്ട്രോജൻ ഒരു ഫീമെയിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷമെല്ലാം ഉണ്ടാകുന്ന ഹോർമോണാണ് ഈസ്ട്രോജൻ. പക്ഷേ ബാക്കിയുള്ള 3 ഹോർമോൺസ് എപ്പോൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ? പ്രഗ്നൻസി പീരീഡ് മാത്രമേ ഉണ്ടാകത്തു. HCG HPL ആൻഡ് റിലാക്സിൻ. ഓക്കെ, അതൊന്നും ഓർമ്മ വേണം. പിന്നെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇത് ഹ്യൂമൻ പ്രഗ്നൻസി അതിൻ്റെ ഓരോ മാസത്തിലുള്ള മേജർ ഫീച്ചേഴ്സ്, ആ ഡെവലപ്മെൻറ്റുള്ള പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് എംബ്രിയുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കാമെങ്കിൽ ഹൃദയം ഇടിക്കുന്ന നോക്കാം. ഇവിടെ വെച്ച് നോക്കിയാൽ അമ്മയുടെ ഹൃദയം അടിക്കുന്ന, വയറ്റിൽ വെച്ച് നോക്കണം, അപ്പോഴേ കുഞ്ഞിൻ്റെ ഹൃദയം ഇടിക്കാൻ സൗണ്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. 2 മാസം കഴിയുമ്പോഴത്തേക്ക് കൈകാലുകളും അതുപോലെ വിരലുകളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരും. ഫസ്റ്റ് ട്രൈമസ്റ്റർ അഥവാ 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട ഓർഗൻ സിസ്റ്റം എല്ലാം ഫോം ചെയ്യും. എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ്, ബാഹ്യമായ ജെനൈറ്റൽ ഓർഗൻസ് ഒക്കെ വെൽ ഡെവലപ്ഡാകും. 5-ാം മാസം ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഫീറ്റസ്, കുഞ്ഞ് ചലിക്കാൻ തുടങ്ങുന്നത്. പിന്നാണ് വയറ്റിൽ കിടന്ന് അവൻ അമ്മയ്ക്ക് ചവിട്ടുമൊക്കെ കൊടുക്കുന്നത്. അത് 5-ാമത്തെ മാസത്തിലാണ് ആ ഫസ്റ്റ് മൂവ്മെൻറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹെയർ ഓൺ ഹെഡ് ആർ അബ്സർവ്, തലയിൽ രോമങ്ങളും 5-ാം മാസം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. 6 മാസം കഴിയുമ്പോഴത്തേക്ക് 2 ട്രൈമസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ബോഡി മൊത്തം ചെറിയ ഹെയർ കൊണ്ട് കവർ ചെയ്തിരിക്കും. ഐലിഡ്സ് സെപ്പറേറ്റ് ചെയ്യും, കൺപോള വിരിയും, പിന്നെ കുഞ്ഞ് അകത്ത് കിടന്ന് കാഴ്ച കണ്ടുകൊണ്ട് കിടക്കുക. അപ്പോൾ അതുവരെ പട്ടിയും പൂച്ചയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവന് പ്രസവിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാണ് കണ്ണ് വിരിയുന്നത്. ഇത് നമ്മൾ അകത്ത് കിടന്ന് തന്നെ കണ്ണ് വിരിഞ്ഞ് അണിഞ്ഞിട്ട് വരുന്നത്. അതുപോലെ ഐലാഷസ് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ 9 മാസം കഴിയുമ്പോഴത്തേക്കും എല്ലാം ദ എംബ്രിയോ ഈസ് ഫുള്ളി ഡെവലപ്ഡ് ആൻഡ് ഈസ് റെഡി ഫോർ പാർച്യൂറേഷൻ. പൂർണ്ണമായിട്ടും വളർച്ചയെത്തി കാണും. അത് പാർച്യൂറേഷൻ ചൈൽഡ് ബർത്തിന് റെഡി ആയിട്ടിരിക്കുകയായിരിക്കും. പാർച്യൂറേഷൻ്റെ കേസിൽ ഒരു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് നോർമലാണ്. കാരണം ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ എംബ്രിയോയും ഫീറ്റസും അതുപോലെ പ്ലാസൻ്റെയും ഒരു ചെറിയൊരു മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷന് കാരണക്കാരനാവും. ആ മൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻ പറയുന്ന പേരാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. അത് ഫുള്ളി ഡെവലപ്ഡ് എംബ്രിയോയും പ്ലാസൻ്റെയുമാണ് അതിന് കാരണക്കാർ. ഇത് വരുമ്പോൾ അത് ഹൈപ്പോതലാമസ് സ്റ്റിമുലേറ്റ് ചെയ്യുക. ഹൈപ്പോതലാമസ് ഉടനെ തന്നെ അവിടുന്ന് ഓക്സിറ്റോസിനെ അങ്ങോട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങും. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിൽസിൻ്റെ കോൺട്രാക്ഷനെ സഹായിക്കുന്ന ഹോർമോണാണ്. അവൻ ഇങ്ങോട്ട് വന്ന് യൂട്രൈൻ പോലുള്ള സ്മൂത്ത് മസിലെ അങ്ങോട്ട് ചുരുക്കും. അങ്ങനെ ചുരുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് എംബ്രിയോ ഇവൻ തള്ളും. അപ്പം യൂട്രൈൻ ബോൾ ഒന്നുകൂടെ ഞെരുങ്ങും. അപ്പം വീണ്ടും ഇവൻ ചെയ്യും, ഹൈപ്പോതലാമസ് കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഓക്സിറ്റോസിനെ വരും. അപ്പോൾ കൂടുതൽ അവൻ വന്നിട്ട് ഈ മസിൽസിനെ ചുരുക്കുക. അപ്പോഴാണ് വേദനയൊക്കെ വരുന്നത്, പ്രസവ വേദന എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഈ യൂട്രൈൻ പോലുള്ള മസിൽ കിടന്ന് ചുരുങ്ങി അവൻ കുഞ്ഞിനെ പതുക്കെ വെളിയിലേക്ക് തള്ളി വജൈന വഴി കുഞ്ഞ് വെളിയിലേക്ക് വരുന്നത്. ഇതാണ് പാർച്യൂറേഷൻ. പിന്നെ ആ ലാക്ടേഷൻ്റെ കേസിൽ ഒരു കാര്യം നിങ്ങൾ മാത്രം ഓർത്താൽ മതി, കൊളസ്ട്രം. ഫസ്റ്റ് മിൽക്കിൽ പറയുന്ന പേരാണ് കൊളസ്ട്രം. കൊളസ്ട്രത്തിൽ കൂടി അമ്മയിലുണ്ടാകുന്ന ചില ആൻറ്റിബോഡീസ് ആർക്ക് കിട്ടുന്നുണ്ട്? കുഞ്ഞിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇമ്പോർട്ടൻസ് ഓഫ് കൊളസ്ട്രം. ഫസ്റ്റ് മിൽക്ക് എപ്പോഴും നിർബന്ധമായിട്ട് ആർക്ക് കൊടുത്തിരിക്കണം? കുഞ്ഞിന് കൊടുത്തിരിക്കണം. കുഞ്ഞിന് കിട്ടുന്ന ആദ്യത്തെ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് കൊളസ്ട്രത്തിൽ കൂടെ കിട്ടുന്ന ആൻറ്റിബോഡി. അതുകൊണ്ട് തീർച്ചയായും കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായ കൊളസ്ട്രോൾ കുഞ്ഞിന് കൊടുത്തിരിക്കണം. അപ്പോൾ അത് മിക്കവാറും പരീക്ഷ ഇമ്പോർട്ടൻസ് ഓഫ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം 1ാമത്തെ ചാപ്റ്റർ ഇത്രയും പഠിച്ചാൽ മതി. ഇനി നമ്മൾ 2ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡിയല്ലേ? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ വളരെ പ്രാധാന്യം ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ശരിക്ക് ബർത്ത് കൺട്രോൾ മെത്തേഡ്സാണ്. അതിൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്. ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ്സ്, ഗർഭനിരോധന മാർഗങ്ങൾ, ജനന നിയന്ത്രണ മാർഗങ്ങളിനകത്ത് വരുന്നതാണ് ഗർഭനിരോധന മാർഗങ്ങൾ. അത് പലതരത്തിലുള്ള ഗർഭനിരോധന മാർഗങ്ങളുണ്ട്. അത് കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. 1 നാച്ചുറൽ ഓർ ട്രഡീഷണൽ, 2 ബാരിയേഴ്സ്, പലതരത്തിലുള്ള ബാരിയേഴ്സ്, ദെൻ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് അഥവാ IUDs,
ദെൻ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, അതായത് നമ്മൾ മരുന്നുകൾ പിൽസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള കോൺട്രാസെപ്റ്റീവ്സ്. ദെൻ ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാൻറ്റ്സ്, ഇൻജെക്റ്റ് ചെയ്യുന്ന അത് സ്കിന്നടിയിലേക്ക് ഇംപ്ലാൻറ്റ് ചെയ്യുന്നതുമായ ഹോർമോണുകളാണ്. അത്തരത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സ് ഉണ്ട്. ദെൻ ലാസ്റ്റ് വൺ സർജിക്കൽ മെത്തേഡ്. ഇങ്ങനെ 6 വിധത്തിലുള്ള കോൺട്രാസെപ്റ്റീവ്സാണ് ഇതിനകത്ത്, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സാണ് ഇതിനകത്തുള്ളത്, ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിലെ നാച്ചുറൽ മെത്തേഡ് അത് മാത്രമായിട്ട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. നാച്ചുറൽ മെത്തേഡിനകത്ത് 3 എണ്ണമാണ്: പീരിയോഡിക് അബ്സിനൻസ്, കോയിറ്റസ് ഇൻട്രപ്റ്റ് ഓർ വിഡ്രോവൽ, ദെൻ ലാക്ടേഷൻ, അമിനോറിയ. ഈ 3 കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. അതിൽ പീരിയോഡിക് ആബ്സിനൻസ് എന്ന് പറഞ്ഞാൽ സേഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഓവുലേഷൻ, ഒരു മെൻസ്ട്രൽ സൈക്കിൾ നടന്ന് അടുത്ത ഓവൻ ഡെവലപ്പ് ചെയ്ത് 14ാമത്തെ ദിവസമാണ് ഗ്രാഫിക് ഫോളിക്കിൾ വരുന്നത്. അതായത് ഓവുലേഷൻ നടക്കുന്നത് 14ാമത്തെ ദിവസം. അപ്പോൾ അതിനൊരു 3-4 ദിവസം മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പ്, ഏതാണ്ട് ഒരു 10ാമത്തെ ദിവസം. പിന്നെ ഓവുലേഷൻ സാധാരണ ഇതിൽ 14ാമത്തെ ദിവസം നടക്കുമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വേരിയേഷൻ വരാം. അത് നമ്മൾ ഒരു മാക്സിമം ഒരു 17ാമത്തെ ദിവസം. ഈ 10 മുതൽ 17 വരെ ദിവസം എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് മുമ്പുള്ള, അതായത് ആദ്യത്തെ ഒരു 5 ദിവസം വരെ ബ്ലീഡിങ് നടക്കും. ആ 5 മുതൽ 6 മുതൽ 10 വരെയുള്ള ദിവസവും പിന്നെ 18ാം തീയതി മുതൽ 28ാം തീയതി വരെയുള്ള ദിവസവും കമ്പാരിറ്റീവ്ലി ഫെർട്ടിലൈസേഷനുള്ള സാധ്യത പോസിബിലിറ്റി വളരെ കുറവുള്ള ദിവസം. അപ്പോൾ ആ സമയത്താണ് സെക്ഷൻ ഇൻ്റർകോഴ്സ് നടക്കുന്നതെങ്കിൽ എന്തുണ്ടാകത്തില്ല, കുട്ടികളുണ്ടാകത്തില്ല. അപ്പോൾ കുട്ടികളുണ്ടാകാതിരിക്കാൻ വേണ്ടി നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇത്തരത്തിലുള്ള പീരിയോഡിക് ആബ്സിനൻസ് അഥവാ സേഫ് പീരീഡ് എന്ന് പറയുന്ന സാധനം. ദെൻ കോയിറ്റസ് ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന സാധനം സെമിന റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കോയിറ്റസിൽ നിന്ന് വിഡ്രോ ചെയ്യുക. അപ്പം പെനിസ് വിഡ്രോ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സെമിന റിലീസ് ചെയ്യത്തില്ല, ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല. അതൊരു മെത്തേഡാണ്. ദെൻ ലാക്ടേഷൻ അമിനേറിയ. ലാക്ടേഷൻ അമിനേറിയ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സ്ത്രീകളിൽ ഏതാണ്ട് ഒരു 6 മാസക്കാലത്തേക്ക് ഓവുലേഷൻ നടക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ആ സമയത്താണെങ്കിൽ അടുത്ത കുട്ടി ഉണ്ടാകില്ല. പക്ഷേ അത് ഹൈലി റിസ്ക്. ചില കേസിൽ 3 മാസം കഴിയുമ്പോഴേ തന്നെ അടുത്ത മെൻസ്ട്രൽ സൈക്കിൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും. അപ്പം 6 മാസം നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ നാച്ചുറൽ മെത്തേഡ് മൊത്തവും നമുക്കത്ര സേഫാണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് ഈ നാച്ചുറൽ മെത്തേഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര സേഫ് അല്ല. പക്ഷേ വേറെ മാർഗ്ഗങ്ങളില്ലെങ്കിൽ നാച്ചുറൽ മെത്തേഡ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുക മാത്രമേ ഉള്ളൂ. ഓക്കെ. ദെൻ ബാരിയർ മെത്തേഡ്. ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സമാണ്. ദിസ് മെത്തേഡ് പ്രിവെൻറ്റ് ദ കോൺടാക്ട് ഓഫ് സ്പേം ആൻഡ് ഓവം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാരിയേഴ്സ്. ബാരിയേഴ്സിൻ്റെ സഹായത്തോടുകൂടി ഓവോ സ്പേമും തമ്മിൽ കോൺടാക്ട് ചെയ്യുന്നതിനെ തടയുക, രണ്ടിൻ്റെ ഇടയ്ക്ക് തടസ്സം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് കോണ്ടംസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോണ്ടംസ് എല്ലാ കടകളിലും. കോണ്ടംസ് ഉപയോഗിക്കുന്ന 2 ഗുണമുണ്ട്. ഒന്ന് ഇപ്പോൾ ഒരു ബാരിയറാണ്, മീൻസ് ഫെർട്ടിലൈസേഷൻ നടക്കുക, കുഞ്ഞുണ്ടാകത്തില്ല, കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ്. മറ്റൊന്ന് ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ് STDs പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ഗുണമുണ്ട്. അതൊന്ന് ഓർമ്മ വേണം കേട്ടോ. നിരോധം എന്ന് പറയുന്നത് വളരെ എന്താണ്, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു കോണ്ടമാണ്. ദെൻ ഇത് കൂടാതെ സ്ത്രീകളിൽ ഉപയോഗിക്കുന്ന ഡയഫ്രം, സെർവിക്കൽ ക്യാപ്സ്, വോൾസ്, ഇതൊക്കെ ഫീമെയിൽ റിപ്രഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് വെക്കുന്നതാണ്. മെയിൽ റിപ്രഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വെച്ചുകൊണ്ടാണ്, പെനിസിലേക്ക് വെച്ചുകൊണ്ടാണ് കോണ്ടംസ് എങ്കിൽ സെർവിക്കൽ ക്യാപ്പ്, ഡയഫ്രം, അതുപോലെ തന്നെ വോൾട്ട്, ഇതൊക്കെ ഫീമെയിൽ റിപ്രഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് വെച്ച് അല്ലെങ്കിൽ കവർ ചെയ്തുകൊണ്ടുള്ള റബ്ബർ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ചെറിയ ബാരിയേഴ്സാണ്. ദെൻ സ്പെർമിസൈഡ്, സ്ക്രീംസ്, ജെല്ലീസ്, ഫോംസ്, ഇതും ബാരിയേഴ്സായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദെൻ IUD എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഇൻട്രാ എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, യൂട്രസിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഡിവൈസസിനെ വിളിക്കുന്ന പേരാണ് IUDs. അത് പലതരത്തിലുണ്ട്. അതിലൊന്ന് നോൺ മെഡിക്കേറ്റഡ് ആണ്. ദീസ് ഇൻക്രീസ് ഫാഗോസൈറ്റോസിസ് സ്പേം വിത്തിൻ ദ യൂട്രസിനകത്ത് സ്പേംസിൻ്റെ ഫാഗോസൈറ്റോസിസ് കൂട്ടും. മീൻസ് സ്പേംസ് മൊത്തം നശിപ്പിക്കും യൂട്രസിനകത്ത് വെച്ച് ഈ IUD ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പം ലിപ്സ് ലൂപ്പ് അതിൽ പ്രധാനപ്പെട്ട പേര് ഓർമ്മയാണ് കേട്ടോ. ലിപ്സ് ലൂപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു IUD ആണ്. ഏത് IUD ആണ്? നോൺ മെഡിക്കേറ്റഡ് IUD ആണ്. ചിലപ്പോൾ മാച്ച് ദ ഫോളോവിങ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നോൺ മെഡിക്കേറ്റഡ് IUD ആണ് ലിപ്സ് ലൂപ്പ്. ദെൻ കോപ്പർ ലീസിങ് IUDs ഉണ്ട്. കോപ്പർ ലീസിങ് IUD എന്ന് പറയുന്നത് along with the phagocytosis of sperm, the copper ion released suppress sperm motility and fertilizing capacity of sperm.
ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്പേംസിൻ്റെ മോട്ടിലിറ്റിയെ സപ്രസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ സ്പേംസ് ആരെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല, ഓവത്തെ അപ്രോച്ച് ചെയ്യാൻ പറ്റാതെ വരികയും ഫെർട്ടിലൈസേഷൻ നടക്കാതെ വരികയും ചെയ്യും. കോപ്പർ റിലീസിങ് IUD ആണ് വളരെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിലൊരു ബ്രാൻഡസാണ് കോപ്പർ T, അതുപോലെ കോപ്പർ 7, മൾട്ടിലോഡ് 375. ഈ 3 പേരുകളും ഓർമ്മ വേണം. ഈ പേരുകൾ, ബ്രാൻഡ് നെയിമുകൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കോപ്പർ T എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്, വളരെ ഐഡിയലായിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് ആണ്. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ഒരു 98% പേർക്കും നല്ല റിസൾട്ടാണ്. പക്ഷെ കുറച്ച് ആൾക്കാർക്ക് ഇത് ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. ഇതിന് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ചൊറിച്ചിലും വയറുവേദന അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം അവരിൽ ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, അലർജി സിംറ്റംസൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരല്ലാതെ ബാക്കി ഒരു 98% ആൾക്കാരിലും ഈ IUDs, പ്രത്യേകിച്ച് കോപ്പർ T എന്ന് പറഞ്ഞാൽ വളരെ ഫങ്ഷണലാണ്. ഒരു കുറേ വർഷത്തേക്ക് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കപ്പിൾസിനൊക്കെ ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ് ഈ കോപ്പർ T എന്ന് പറയുന്നതൊക്കെ, അല്ലെ കോപ്പർ റിലീസിങ്. അതുപോലെ തന്നെ ഹോർമോൺ റിലീസിങ് IUDs ഉണ്ട്. ദീസ് മേക്ക് യൂട്ടസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം. സെർവിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേംസിൻ്റെ നാശം നടക്കുക. അതുപോലെ തന്നെ യൂട്രൈൻ വോള് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ നടത്തുന്നതിനെ പറ്റിയ രീതിയിൽ ഇരിക്കത്തില്ല. അങ്ങനെ ഒരു അഥവാ ഫെർട്ടിലൈസർ നടന്നാൽ ഇംപ്ലാന്റേഷൻ നടക്കത്തില്ല. അങ്ങനെയുള്ളതാണ് ഹോർമോൺ റിലീസിങ് IUDs. പ്രൊജസ്റ്റാസെർട്ട് അതുപോലെ LNG-20 ഈ 2 അതിനകത്ത് നമുക്ക് എക്സാമ്പിളായിട്ട് പഠിക്കും. ദെൻ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ പിൽസ്, ഗുളികകളാണ്. അതിൽ ബർത്ത് കൺട്രോൾ ഹോർമോൺ ടാബ്ലറ്റ് ടേക്കൺ ഓറലി. ബർത്ത് കൺട്രോൾ ഹോർമോൺ ടാബ്ലറ്റാണ്, അത് നമ്മൾ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ എത്ര നാൾ നമുക്ക് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കും അത്ര നാൾ കൃത്യമായിട്ട് മെൻസസ് നടക്കുന്ന മെൻസ്ട്രൽ ഫ്ലോ നടക്കാതെ 4-5 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും കൃത്യമായിട്ട് ഈ ഗുളിക കഴിക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സഹേലി എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത് വൺസ് എ വീക്ക്, ആഴ്ചയിൽ 1 കഴിച്ചാൽ മതി. മറ്റേതെങ്ങനെ ഡെയിലി കഴിക്കണം. ഇത് ആഴ്ചയിൽ സഹേലി ആയപ്പം ആഴ്ചയിൽ 1 കഴിച്ചാൽ മതി. അപ്പം ഇത് ഓറലായിട്ട് കഴിക്കുന്നത് അതൊന്നും നോക്കണം. ദെൻ മറ്റൊന്നെന്ന് പറയുന്നത് ഇഞ്ചെക്ഷൻസ് ആൻഡ് ഇംപ്ലാന്റ്സ്. പ്രൊജസ്ട്രോജൻസ് ആൻഡ് progesterone eastern combination can also be used as female as injections or implants under the skin. ഈ ഹോർമോണാണ് അത്. ആ ഹോർമോണിനെ ഒന്നുകിൽ ഇഞ്ചെക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഇംപ്ലാന്റ്സ് ആയിട്ട് സ്കിന്നടിയിലേക്ക് ഇതിനെ കുത്തി വെച്ചുകൊണ്ട് നമ്മൾ ഈ ബർത്ത് കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ദ മോഡ് ഓഫ് ആക്ഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് പിൽസ് ബട്ട് ദെയർ എഫക്റ്റീവ് പീരിയഡ്സ് ആർ ലോങ്ങർ. പില്ലിൻ്റെ കൂട്ട് തന്നെയാണ് ഇവ പ്രവർത്തിക്കുന്നതെങ്കിലും ഇതിൻ്റെ എഫക്റ്റീവ് പീരീഡ് വളരെ കൂടുതലായിരിക്കും ഇഞ്ചക്ഷൻസിൻ്റെ, ഇംപ്ലാന്റ്സിൻ്റെ. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ സർജിക്കൽ മെത്തേഡ്. സർജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷനാണ്. അത് സ്ത്രീകളെയും ചെയ്യും പുരുഷന്മാരെയും ചെയ്യും. സ്ത്രീകളിലാണ് ഫലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്തിട്ട് ചെയ്ത് വെക്കും. അങ്ങനെ വരുമ്പോൾ ഓവം ഇങ്ങോട്ട് വരത്തില്ല, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യും, അത് കെട്ടിവെക്കും, അപ്പം സ്പേം മുന്നിട്ട് വരത്തില്ല. ഫീമെയിൽ ചെയ്യുന്നതിന് വിളിക്കും ട്യൂബെക്ടമി എന്നും, മെയിൽസ് ചെയ്യുന്നതിന് പറയും വാസെക്ടമി എന്ന്. ഇമ്പോർട്ടൻ്റ് ആണ് വാസെക്ടമിയും ട്യൂബെക്ടമി, ഓർത്തോണം കേട്ടോ. അപ്പോൾ ഈ 6 കോൺട്രാസെപ്റ്റീവ്സ്. ഈ 6 ചോദിക്കാം. ഈ പടം തന്നിട്ട് എന്തുവാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. കണ്ട, വാസ് ഡിഫറൻസ് കട്ട് ചെയ്തേക്കുന്നതാണെങ്കിൽ വാസെക്ടമി, ഫലോപ്പിൻ ട്യൂബ് കട്ട് ചെയ്യുന്നിട്ടാണെങ്കിൽ ട്യൂബെക്ടമി. അപ്പോൾ പടം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ MTP നോക്കുന്നത് നല്ലതാണ്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. MTP എന്താണെന്ന് അത് എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇൻറ്റൻഷൻ ഓർ വോളണ്ടറി ടെർമിനേഷൻ പ്രഗ്നൻസി ബിഫോർ ഫുൾ ടൈം. ബോധപൂർവ്വം നമ്മൾ അത് ചിലപ്പോൾ അമ്മയ്ക്കോ പ്രശ്നം അല്ലെങ്കിൽ കുഞ്ഞിന് പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ട്യൂബ് പ്രഗ്നൻസി എന്നും പറഞ്ഞ ഒരു സംഭവം ഉണ്ടാകും. യൂട്രസ് വളർത്തുന്നതിന് പകരം ഫലോപ്പിൻ ട്യൂബിൽ കിടന്ന് എംബ്രിയോ വളരും. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അമ്മയ്ക്കോ ഒക്കെ പ്രശ്നമാകും, ചിലപ്പോൾ കുഞ്ഞിന് പ്രശ്നം, അല്ലെങ്കിൽ 2 പേർക്കും പ്രശ്നം ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ ആ പ്രഗ്നൻസി അവസാനിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നത് റിസ്ക് കൂടും. അപ്പോൾ ആദ്യം 3 മാസത്തിനകം തന്നെ ഗർഭനിരോധനം നടത്തണമെങ്കിൽ നടക്കണം. ഓക്കെ. അപ്പോൾ അതൊന്ന് ഓർത്തോണം കേട്ടോ.
ദെൻ എസ് ടി ഡിസ് എന്ന് പറഞ്ഞാൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. നമുക്ക് ആകെ വന്നാലും പോയാലും നമുക്കറിയാവുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ആണ് എസ് ടി ഡിയിൽ. പക്ഷേ ഒരുപാട് രോഗങ്ങളുണ്ട്. ഗൊണേറിയ, സിഫിലിസ്, ജെനറ്റൽ ഹെർസ്, ക്ലാമിഡിയാസിസ്, ജെനറ്റൽ വാർസ്, ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് ബി, HIV ഇവയെല്ലാം പലതരത്തിലുള്ള എസ് ടി ഡിസ് ആണ്. പിന്നെ ഓർക്കേണ്ടത് എസ് ടി ഡിസ് മറ്റ് പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. വെനറിയൽ ഡിസീസ്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ അഥവാ RTI എന്നുള്ള 2 പേര് കൂടി ഇതിന് ഉണ്ട്. ആ പേരുകൾ കൂടിയൊന്ന് ഓർമ്മ വേണം. പിന്നെ പ്രിവെൻഷൻ ഓഫ് എസ് ടി ഡി എന്താണ്, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എസ് ടി ഡി സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് മൂലമാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതിന് തടയാനുള്ള മാർഗ്ഗങ്ങൾ: ഒന്ന്, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്ണർ, മൾട്ടിപ്പിൾ പാർട്ട്ണർ, ഓൾവേസ് യൂസ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ്. ഇൻ കേസ് ഓഫ് ഇൻ ഡൗട്ട്, എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. ഇത്രയാണ് ആ 3 കാര്യങ്ങളാണ് അവിടെ. അപ്പോൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ അൺനോൺ പാർട്ട്നേഴ്സുമായിട്ടുള്ള സെക്ഷൻ ഇൻ്റർകോഴ്സ് നടത്താതിരിക്കുക. ദെൻ കോണ്ടം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്, ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫീൽ ചെയ്താൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. പിന്നെ ഇൻഫെർട്ടിലിറ്റി ബന്ധപ്പെട്ട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങളൊരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും നിങ്ങളവിടെ കൊടുക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും പ്രത്യേക പ്രശ്നം, പുരുഷന് സ്പേംസ് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ വരുമ്പം ഫീമെയിൽ കുഴപ്പമില്ല, മെയിലിനുള്ളൂ, ഇൻസെമിനേഷൻ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് അവിടെ നിങ്ങൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ അതൊന്നും ഓർമ്മ വേണം. ഈ റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുണ്ടാകാത്ത അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ആ ട്രീറ്റ്മെൻറ്റ് എല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ പറഞ്ഞത്. പിന്നെ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ആർട്ട്, അത് മിക്കവാറും എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, അതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഇൻ വിട്രോ ഔട്ട്സൈഡ് ദ ബോഡിക്ക് വെളിയിൽ വെച്ച് എന്ത് നടത്തുക, ഫെർട്ടിലൈസേഷൻ നടത്തുക. ഒരു ടെസ്റ്റ് ട്യൂബ് വെച്ച് കളക്ട് ചെയ്ത ഓവോസ്പേം നമ്മൾ ടെസ്റ്റ് ട്യൂബ് വെച്ച് ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം സൈഗോട്ട് ആവുകയും അതിനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അത് വീണ്ടും തിരിച്ച് ആ ഫീമെയിൽ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ വിളിക്കുന്നത്. ഈ അകത്തേക്ക് റിലീസ് നമ്മൾ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് എംബ്രിയോയിട്ട് മാറി നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത്. അത് ഒരു 8 ബ്ലാസ്റ്റോമിയർ വരെ ആയിട്ടുള്ളെങ്കിൽ നമ്മൾ ഫാലോപ്പിൻ ട്യൂബിലേക്ക്, അന്നേരം നമ്മൾ വിളിക്കും സൈഗോട്ട് ഇൻട്രാ ഫാലോപ്പിൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കും. ഇതിനകത്ത് തന്നെ ഒരു മെത്തേഡാണ്. 8 ബ്ലാസ്റ്റോമിയർ വരെ ആയിട്ടുള്ളെങ്കിൽ നമ്മൾ ഫാലോപ്പിൻ ട്യൂബ്. പിന്നെ അതിങ്ങോട്ട് വന്ന് പതുക്കെ വന്ന് എവിടെ വന്ന് 7ാം ദിവസം ആകുമ്പോൾ ഇംപ്ലാന്റേഷൻ നടക്കും. നേരെ മറിച്ച് 8 കൂടുതലാണെങ്കിൽ നമ്മൾ നേരിട്ട് യൂട്രസിനകത്തേക്കായിരിക്കും കൊടുക്കുന്നത്. കാരണം അത്രയും കൂടെ വലുതായി. അപ്പോൾ 8 കൂടാണ് നേരെ യൂട്രസിലേക്ക് കൊടുക്കും. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ അഥവാ IUT എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇൻ ഫീമെയിൽസ് ഹു കനോട്ട് കൺസീവ് എംബ്രിയോ ഫോംഡ് ബൈ ഫ്യൂഷൻ ഗാമറ്റ് വിതിൻ ദ ഫീമെയിൽ ആർ ട്രാൻസ്ഫർ ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഇൻ വിവോ എന്ന് പറഞ്ഞാൽ ബോഡിക്ക് അകത്ത് തന്നെ നടക്കുന്ന ഫെർട്ടിലൈസേഷൻ തന്നെയാണ് കേട്ടോ. ദെൻ ഗ്യാമറ്റ് ഇൻട്രാ ഫാലോപ്പിൻ ട്രാൻസ്ഫർ, ഗ്യാമറ്റിനെ ഫാലോപ്പിൻ ട്യൂബിലേക്ക് ഒരു ഡോണറിൽ നിന്ന് ഇറ്റ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് ഓവം കളക്റ്റഡ് ഫ്രം എ ഡോണർ ഇൻ ടു ദ ഫാലോപ്പിൻ ട്യൂബ് ഓഫ് ദ അനദർ ഫീമെയിൽ ഹു കനോട്ട് പ്രൊഡ്യൂസ് വൺ ബട്ട് ക്യാൻ പ്രൊവൈഡ് സൂട്ടബിൾ എൻവയോൺമെൻറ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ഫീമെയിൽ. അപ്പോൾ അങ്ങനെ ആക്കി ചിലപ്പോൾ ഒരു ഫീമെയിലിന് ഫെർട്ടിലൈസേഷൻ എന്താണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേങ്കിൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്നതിനോ അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടത്തുന്നതിനോ പറ്റിയ നല്ല സാഹചര്യം അവരുടെ ബോഡിയിലുണ്ട്. യൂട്രസൊക്കെ നല്ല വെൽ ഡെവലപ്ഡാണ്, കൃത്യമായിട്ട് ഹോർമോണുകളൊക്കെ ഉണ്ട്. പക്ഷേ ഓവം പ്രോപ്പറായിട്ട് ഉണ്ടാകുന്നില്ല എങ്കിൽ ഒരു ഡോണറിൽ നിന്ന് ഓവം മേടിച്ചിട്ട് എങ്ങോട്ട് കൊടുക്കാം, ഈ ഫീമെയിലുടെ ഫാലോപ്പിൻ ട്യൂബിലേക്ക് കൊടുക്കാം. നാച്ചുറലായിട്ട് തന്നെ അവിടെ ഫെർട്ടിലൈസേഷൻ, അതാണ് ഗ്യാമറ്റ് ഇൻട്രാ ഫാലോപ്പിൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ് എന്ന് പറയും. ഇൻട്രാസൈറ്റോസ് process spay injection is a procedure to form embryo in the laboratory by directly injecting the sperm into the ovum. നേരിട്ട് ഓവത്തിനകത്തേക്ക് എന്ത് ചെയ്യുക, സ്പേമിനെ ഇഞ്ചെക്റ്റ് ചെയ്യുക, ഡയറക്റ്റ് ഇഞ്ചെക്റ്റ് ചെയ്യുക. അതിന് പറയുന്ന പേരാണ് ICSI, ഇൻട്രാ സൈറ്റോപ്ലാസ്റ്റിക് സ്പേം ഇഞ്ചക്ഷൻ. ഓവത്തെ സൈറ്റോപ്ലാസ്റ്റിനുള്ളിലേക്ക് നേരിട്ട് സ്പേമിനെ ഇഞ്ചെക്റ്റ് ചെയ്യുക. ദെൻ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, ഇത് സംഭവിക്കുന്നത് മെയിൽ പാർട്ട്ണർ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആ ആളിൽ നിന്ന് സ്പേം കളക്ട് ചെയ്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഫീമെയിൽ വജനിലേക്ക് അല്ലെങ്കിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് റിലീസ് ചെയ്യുക. അതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അതുതന്നെ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ എന്നും പറയാറുണ്ട്. ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം.
ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ഒരു വലിയൊരു ചാപ്റ്ററാണ്. ഇപ്പം അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളെന്ന് പറയുന്ന ഒന്ന് പലതരത്തിലുള്ള ഡിസീസ്, അതിൽ നിന്ന് കുറേ എ പാർട്ട് മീൻസ് ഒരു മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ്, അതേപോലെ മാച്ച് ദ ഫോളോവിങ്ങിനുള്ള ക്വസ്റ്റ്യൻസ്, ഇതൊക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഡിസീസ് ഒന്ന് നോക്കണം. ഇൻഫെക്ഷ്യസ് ഡിസീസിനകത്ത് പത്തോജൻസ് ഉണ്ടാക്കുന്ന രോഗങ്ങളും അല്ലാത്ത രോഗങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ കോമൺ ഡിസീസ് ഇൻ ഹ്യൂമൻ ബീങ്സ് എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് ഒന്ന് രണ്ടെണ്ണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് രണ്ടല്ല, അത് ഓരോ തരത്തിൽപ്പെട്ട രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങൾ. അതിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, വേംസ്, പ്രോട്ടോസോൺസ്, ഇത്രയും പേരുണ്ടാക്കുന്ന അസുഖങ്ങളെക്കുറിച്ചാണ് ഞാനത് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കണം. ഒന്ന് രണ്ട് അസുഖങ്ങൾ വീതമേ ഉള്ളൂ. ഒന്ന് ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസ്, സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് ഉണ്ടാക്കുന്നത്. ഈ പേര് ഓർമ്മ വേണം. ടൈഫോയിഡ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന അസുഖം, അതായത് സാൽമണല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സിംറ്റംസ് ഒന്ന് നോക്കിയേക്കണം. സസ്റ്റൈൻഡ് ഹൈ ഫീവർ, സ്റ്റൊമക്ക് പെയിൻ, ലോസ് ആപ്പറ്റൈറ്റ്, കൗൺസിലിംഗ്, ഈ സിംറ്റംസ് തന്നിട്ട് അസുഖം ഏതാണെന്ന് ചോദിക്കും. അതുകൊണ്ട് അതൊന്ന് നോക്കിയേക്കണം, പഠിച്ചോണം കേട്ടോ. പിന്നെ ആ ടെസ്റ്റ് വൈഡൽ ടെസ്റ്റാണ്. ടൈഫോയിഡ് കൺഫേം ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേര് വൈഡൽ ടെസ്റ്റാണ്. ന്യൂമോണിയയ്ക്ക് രണ്ട് ബാക്ടീരിയകളാണ് കാരണക്കാർ. ഒന്ന് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയം, ഒന്ന് ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ. ഈ രണ്ട് ബാക്ടീരിയകളാണ് എന്തുണ്ടാക്കുന്നത്, ന്യൂമോണിയ ഉണ്ടാക്കുന്നത്. ലങ്സിനാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. ഹൈ ഫീവർ, ഹെഡേക്ക്, കഫ്, ചിൽ, ഇതാണ് പ്രധാനപ്പെട്ടത് ലക്ഷണങ്ങൾ. ഇത് കൂടാതെ ദ ലിപ്സ് ആൻഡ് ഫിംഗർ നെയിൽ may turn grey to bluish in color in severe case. ഭീകരമാകുന്ന, അതായത് ന്യൂമോണിയ അങ്ങ് ഭയങ്കരമായി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുണ്ടുകളും അതുപോലെ തന്നെ നെയിൽസ് നഖങ്ങളും ഒക്കെ ഗ്രേ കളറിലേക്ക് ബ്ലൂ കളറിലേക്കൊക്കെ മാറും. പിന്നെ ബ്ലഡി ഓർ റസ്റ്റി സ്പ്യൂട്ടം, കഫത്തിൽ ചോരയുടെ അളവ് കാണും. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂമോണിയയുടെ ഒരു പ്രധാന ലക്ഷണങ്ങൾ. അത് നോക്കണം. വൈറൽ ഡിസീസിനകത്ത് ഒറ്റെണ്ണം പഠിച്ചാൽ മതി. കോമൺ കോൾഡ്, പതോജൻ റൈനോ വൈറസ് ആണ്. അറിയാലോ, നെയ്സ്, കഞ്ചഷൻ, മൂക്കടപ്പ്, ഡിസ്ചാർജ്, സോർ ത്രോട്ട്, കഫ്, ഹെഡേക്ക്, ടയർനെസ്, ഹോയ്നെസ് മുതലായവയാണ് ഇതിൻ്റെ ലക്ഷണം. തന്നെ മാറിക്കൊള്ളും. ഒരു 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ജലദോഷം നമ്മൾ പറയാം, കോമൺ കോൾഡ്, അത് മാറും. പിന്നെ പ്രോട്ടോസോൺ ഡിസീസിനകത്ത് നമ്മൾ പഠിക്കുന്നത് മലേറിയയാണ്. മലേറിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പലപ്പോഴും പല ചോദ്യങ്ങളും അതിനകത്തുനിന്ന് വന്നിട്ടുണ്ട്. ഒറ്റയമ്പെട്ടയായിട്ട് ചിലപ്പോൾ ലൈഫ് സൈക്കിൾ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയാണ്. പ്ലാസ്മോഡിയത്തിൻ്റെ ചില സ്പീഷീസ്, പ്ലാസ്മോഡിയം വൈവാക്സ്, മലേറിയ, ഫാൾസിപ്പാരം, ഇതാണ് 3 എണ്ണമാണ് പ്രധാനപ്പെട്ട സ്പീഷീസുകൾ ഇതിനകത്ത് ഈ അസുഖം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്ന പ്രോട്ടോസോവനാണ് മലേറിയ ഉണ്ടാക്കുന്നത്. മലമ്പനി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇതിനൊരു വെക്ടറുണ്ട്, അനോഫിലസ് മോസ്കിറ്റോ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഫീമെയിലാണ് അസുഖം കൊണ്ടുവരുന്നത് കേട്ടോ. അത് നോർമലാണ്. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്ലാസ്മോഡിയം 2 ഹോസ്റ്റാണ്, ഹ്യൂമനും അതുപോലെ മോസ്കിറ്റോ, മനുഷ്യനും മോസ്കിറ്റോയിലുമായിട്ടാണ് ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് കൃത്യമായിട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഒരു മലേറിയ ഉള്ള ഒരു വ്യക്തിയിൽ നിന്ന് ചോര കുടിച്ചിട്ടുള്ള കൊതുക് പിന്നീട് നമ്മളെ വന്ന് കുത്തുമ്പോൾ ആ മോസ്കിറ്റോയുടെ സലൈവ വഴി അസുഖമുണ്ടാക്കാൻ കാരണമായ രൂപം സ്പോറോസോയിഡ്സ് എന്ന് പറയും. ആ സ്പോറോസോയിഡ്സ് നമ്മുടെ ആ മുറിവിൽ കൂടി നമ്മുടെ ബോഡിയിലേക്ക് കടക്കുന്നു. ആ സ്പോറോസോയിഡ്സ് ബ്ലഡ് വഴി എവിടെത്തുന്നറിയാം, നമ്മുടെ ലിവറിലെത്തും. ആദ്യം ഈ ലിവറിലെത്തിയിട്ട് അത് അസെക്ഷൽ റിപ്രഷൻ നടക്കും. ലിവർ സെല്ലിൽ കിടന്ന് അസെക്ഷൽ റിപ്രഷൻ നടത്തിയിട്ട് ആ ലിവർ സെല്ല് നശിപ്പിച്ചിട്ട് വീണ്ടും ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വീണ്ടും ബ്ലഡിലേക്ക് വന്നു. ബ്ലഡ് വഴി ആദ്യം ലിവറിൽ എത്തി, ലിവറിൽ കിടന്ന് അസെക്ഷൽ റിപ്രഷൻ നടത്തി പെരുകി വീണ്ടും ആ ലിവർ സെല്ല് നശിപ്പിച്ച് വീണ്ടും എങ്ങോട്ട് തന്നെ കിടക്കുന്നു, ബ്ലഡിൽ എത്തി. ബ്ലഡിൽ കിടന്നിട്ട് ഇത് asexually they replace asexually in RBC, bursting the RBC and cause cycles of fever and other symptoms. RBCയിലേക്ക് ബ്ലഡിൽ കിടന്നിട്ട് RBC കയറിയിട്ട് വീണ്ടും ഇവൻ റീപ്രൊഡക്ഷൻ നടത്തും. അതിൻ്റെ ഫലമായിട്ട് RBC നശിക്കുകയും ഹീമോസോയിൻ എന്ന് പറയുന്ന ഒരു പോയിസൺ ഉണ്ടാകുകയും ആ ഹീമോസോയിൻ്റെ പ്രവർത്തന ഫലമായിട്ട് വിറകല്, പനി, കിടുകിടുപ്പ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പീരിയോഡിക്കായിട്ട് ഇതുണ്ടാകും. ഹീമോസോയിൻ എന്ന് പറയുന്ന ടോക്സിക്കാണ് അതിന് കാരണം. എന്നിട്ട് അവിടെ അടുത്ത സെക്ഷൻ സ്റ്റേജാണ് ഗ്യാമറ്റോസൈറ്റ് ഉണ്ടാകും. ഇവിടെ റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ധാരാളം ഗ്യാമറ്റോസൈറ്റ്സ് ഉണ്ടാകും. ആ ഗ്യാമറ്റോസൈറ്റ്സിൽ RBCയിലുണ്ടാകുന്നത്. ആ സമയത്ത് ഒരു കൊതു വന്ന് എന്നെ നമ്മളെ കുത്തുവാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ശരീരത്താണ് ഇപ്പോൾ ഇത്ര നടന്നെങ്കിൽ ഈ ഗ്യാമറ്റോസൈറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് കൊതു വന്ന് എന്നെ കുത്തുവാണെങ്കിൽ ഈ ഗ്യാമറ്റോസൈറ്റ്സ് കൊതുവിൻ്റെ എലിമെൻ്ററി കനാലിലെത്തുന്നു.
ഓക്കെ, ആ ഡെവലപ്മെൻറ്റ് അവൻ്റെ ഇൻഡസ്ട്രിയിൽ കിടന്ന ഫെർട്ടിലൈസേഷൻ, ആ ഗാമറ്റോസൈറ്റ് കൊതുകിൻ്റെ ഇൻഡസ്ട്രിയിൽ കിടന്നിട്ട് ഫെർട്ടിലൈസ് ചെയ്തിട്ട് അവിടെ സൈഗോട്ട് ഉണ്ടാകുന്നു. അതിനുശേഷം അവൻ അവിടെ നിന്ന് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇവൻ്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. അവിടെയാണ് ഇവൻ സ്റ്റോർ ചെയ്ത് സ്പോറോസോയിഡ്സിൻ്റെ രൂപത്തിൽ ഇൻഫെക്റ്റീവ് അവൻ അവൻ്റെ സലൈവറി ഗ്ലാൻഡിൽ കിടക്കുന്നു. വീണ്ടും അടുത്ത ആളെ കുത്തുമ്പം ആ സലൈവറി ഗ്ലാൻഡിൽ സലൈവ വഴി ഇവൻ അടുത്ത ആളിലേക്ക് കിടക്കുന്നു. ഈ ഒരു ലൈഫ് സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതായത് ഹീമോസോയിൻ്റെ പ്രത്യേകതയും ഒന്ന് ഓർത്തോണം. ദെൻ മറ്റൊന്നാണ് അമീബിയസിസ്. നമ്മൾ വയറുകടി എന്ന് നമ്മൾ പറയുന്നത് ഒരു അമീബിക് ഡിസെൻട്രി എന്നാണ് ഇതിനെ പറയുന്നത്. എൻട്രൈറ്റിസ് അമീബിക് ഡിസെൻട്രി, ബാക്ടീരിയ ഡിസെൻട്രി ഉണ്ട്, അമീബിക് ഡിസെൻട്രി ഉണ്ട്. അപ്പം ഹൗസ് ഫ്ലൈ ആണ് ഇതിൻ്റെ ഒരു കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നത്. കോൺസ്റ്റിപ്പേഷൻ, വയറ്റിൽ നിന്ന് പോകാതെ വേദന ഉണ്ടാകും, മലബന്ധം ഉണ്ടാകുക, ആൾട്ടർനേഷൻ വിത്ത് ഡയറിയ. എന്നാൽ അതോടൊപ്പം തന്നെ പോകുന്നുമില്ലെന്നാൽ പെട്ടെന്ന് വയറിളി പോവുകയും ചെയ്യും. അബ്ഡോമിനൽ പെയിന്, ക്രാംസ്, സ്റ്റൂൾ വിത്ത് എക്സസ് മ്യൂക്കസ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. ധാരാളം സ്റ്റൂളിനകത്ത് ധാരാളം ബ്ലഡ് ക്ലോട്ടും മ്യൂക്കസും ഒക്കെ കാണും. അപ്പം ബളബളാന്നിങ്ങിരിക്കും. സാധാരണ വയറ്റിളക്കമല്ല, വയറ്റിളക്കം എന്ന് പറഞ്ഞാൽ ഷൂ എന്ന് പറഞ്ഞാൽ പോത്തേ ഉള്ളൂ. ഇതങ്ങനല്ല, പൊട്ടിത്തെറിച്ചിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മ്യൂക്കസും അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടും ഒക്കെ ഇങ്ങനെ കാണും. അപ്പോൾ ഭയങ്കര വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് വയറുവേദന വരും. അന്നേരം പോകും, ശാലിച്ചേ പോകത്തുള്ളൂ, പക്ഷേ ചിലപ്പോൾ ലൂസായിട്ട് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള പ്രത്യേക രീതിയിലുള്ള പുറത്ത് ഡയറിയാണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. ഓക്കെ, ഹെൽമിന്തിക് ഡിസീസിനകത്ത് നമുക്ക് പറയേണ്ടത് അസ്കാരിയാസിസും ഫൈലേറിയാസിസും ആണ്. അസ്കാരിയാസിസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് വെൻ ട്രബിൾ എന്ന് പറയുന്നത്, അസ്കാരിസ് ലൂംബ്രിക്കോയിഡ് എന്ന് പറയുന്ന വേമാണ് ഇതുണ്ടാക്കുന്നത്. ഇവന് കുട്ടികൾക്ക് വിരശല്യം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണിത്. അതിൻ്റെ സിംപ്റ്റംസ് അബ്ഡോമിനൽ പെയിന്, മസ്കുലർ പെയിന്, ഇൻഡൈജഷൻ, ഫീവർ, ഇൻറ്റേർണൽ ബ്ലീഡിങ്, അനീമിയ, അത് ബ്ലോക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിനെ പാസ് ചെയ്യും. അപ്പം പിള്ളേർക്ക് ഭയങ്കരമായ വയറ്റുവേദന, വയറ്റിൽ നിന്ന് പോകാതിരിക്കുക, ചിലപ്പോൾ പനി കയറിക്കൊള്ളുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. വിരശല്യം, വിരക്കുള്ള മരുന്നുകൾ ഇപ്പോൾ കൊടുക്കാറുണ്ടല്ലോ. ദെൻ ഫൈലേറിയാസിസ്, എലിഫന്റിയാസിസ് എന്ന് പറയും. വുച്ചെറിയ ബാൻക്രോഫ്റ്റി, വുച്ചെറിയ മലൈ, ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഫൈലേറിയൽ വേമാണുള്ളത്. ഇവന്മാരാണ് പതോജൻ എന്ന് പറയുന്നത്. ഇവിടെയും ഈ ഫൈലേറിയാസിസിനും ഒരു വെക്ടറുണ്ട്, ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ. മനുഷ്യൻ്റെ ഇവൻ വന്നിട്ട് ഈ ക്യൂലെക്സ് ഫീമെയിൽ മോസ്കിറ്റോ വന്ന് കുത്തുമ്പോൾ ഇവൻ്റെ ശരീരത്തിലുള്ള ഫൈലേറിയ വേവ് നമ്മുടെ ബോഡിയിലേക്ക് കിടക്കുക, അത് ലിംഫിലെത്തുകയും ലിംഫിൽ കിടന്ന് പ്രത്യേകിച്ച് കൈകാലുകളിലൊക്കെ ലിംഫിൽ കിടന്ന് പെരുകയും അതിന് ഫലമായിട്ട് ലിംഫിൻ്റെ ഫ്ലോ തടയപ്പെടുകയും അവിടെ ലിംഫ് കെട്ടിക്കിടന്ന് വീങ്ങി വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഫൈലേറിയാസിസ്. ദെൻ റിംഗ് വേൻ ഡിസീസ് നോക്കണം. മൈക്രോസ്പോറൻ, ട്രൈക്കോഫൈറ്റ്, എപ്പിഡെമോഫൈറ്റ്, ഈ ജനസിൽപ്പെട്ട ഫംഗസുകളാണ് റിംഗ് വേൻ ഡിസീസ് ഉണ്ടാക്കുന്നത്. ഡ്രൈ ആൻഡ് സ്കെയിലി ലെഷൻസ് ഓഫ് സ്കിൻ, നെയിൽസ് ആൻഡ് സ്കാൽപ്പ്, വരണ്ടതും അതുപോലെ തന്നെ സ്കെയിലിയുമായിട്ടുള്ള വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുക. അതുപോലെ ലെഷൻസ് ആർ അക്കമ്പനിഡ് ബൈ ഇൻറ്റൻസ് ഇച്ചിങ്, ആ തിണർപ്പുകൾ, വ്രണം നല്ല തിണർപ്പ് എന്ന് പറഞ്ഞാൽ ആ തിണർപ്പുകൾ ഭയങ്കരമായി ചൊറിച്ചിലുണ്ടാകും. ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ ഇമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്മ്യൂണിറ്റി നമ്മൾ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അതുപോലെ തന്നെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. വളരെ പ്രധാനപ്പെട്ടാണ്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കകത്ത് അത് മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിയോളജിക്കൽ ബാരിയേഴ്സ്, സെല്ലുലാർ ബാരിയേഴ്സ്, സൈറ്റോകൈൻ ബാരിയേഴ്സ്, ഇങ്ങനെ 4 തരത്തിലുള്ള ബാരിയേഴ്സാണ് ഇതിനകത്ത് ഇന്നേറ്റ്. അതായത് കുഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി വിളിക്കുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അതുപോലെ ഫിസിക്കൽ ബാരിയറിനകത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊരു വലിയ ഫിസിക്കൽ ബാരിയറാണ്. മ്യൂക്കസ് കോട്ടിങ്, എലിമെൻ്ററി കനാലിനെ റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ ലൈൻ ചെയ്തുകൊണ്ട് മ്യൂക്കസ് കോട്ടിങ് ഉണ്ട്, അതൊരു വലിയ ബാരിയറാണ്. ഫിസിയോളജിക്കൽ ബാരിയറിനകത്ത് വരുന്നത് നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള സലൈവ, വായിലുള്ള സലൈവ, ദെൻ അതിനകത്ത് മൈക്രോബ്സിനൊക്കെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. കണ്ണുനീരിനകത്തൊക്കെയുള്ള ലൈസോസൈം, ഇതൊക്കെ ഫിസിയോളജിക്കൽ ബാരിയേഴ്സാണ്. സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ലൂക്കോസൈറ്റ്സ്, പോളിമോർഫോ ന്യൂക്ലിയർ ലൂക്കോസൈറ്റ്സ്, അതുപോലെ മോണോസൈറ്റ്സ്, ഇവരൊക്കെ സെല്ലുലാർ ബാരിയേഴ്സാണ്. രോഗാണുക്കൾ കടക്കുമ്പോൾ തന്നെ ഇവനെ നശിപ്പിക്കും. പിന്നെ മാക്രോഫാജസ് ഉണ്ട്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സെല്ലുലാർ ബാരിയേഴ്സാണ്. ഫാഗോസൈറ്റസും അതായത് മൈക്രോബ്സൊക്കെ വരികയാണ് അവനെ വിഴുങ്ങി നശിപ്പിക്കുകയും ഡിസ്ട്രോയ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവരാണ് മാക്രോഫാജ്. അങ്ങനെയുള്ള സെല്ലുലാർ ബാരിയേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. ദെൻ മറ്റൊന്ന് സൈറ്റോകൈൻ ബാരിയേഴ്സാണ്. സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ട് സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനാണ് ഇൻ്റർഫെറോൺ. ആ ഇൻ്റർഫെറോൺ എന്ത് ചെയ്യും, മറ്റ് സെല്ലുകളെ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ തടയും. അപ്പോൾ ഇൻ്റർഫെറോൺ മുഖാന്തരമുള്ള ഇമ്മ്യൂണിറ്റിയെ വിളിക്കുന്ന പേരാണ് സൈറ്റോകൈൻ ബാരിയർ. ഓക്കെ,
ദെൻ അക്വേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അത് സ്പെസിഫിസിറ്റി ഉണ്ടാകും. എബിലിറ്റി ടു ഡിസ്റ്റിങ്വിഷ് ഡിഫറൻസ് എമംഗ് വേരിയസ് ഫോറിൻ മോളിക്യൂൾസ്. പലതരത്തിലുള്ള ഫോറിൻ മോളിക്യൂളിനെ തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകും. ഡൈവേഴ്സിറ്റി ഉണ്ടാകും. ഒരു വെറൈറ്റി ഓഫ് ഫോറിൻ മോളിക്യൂളിനെ, വ്യത്യസ്തങ്ങളായ ധാരാളം ഫോറിൻ മോളിക്യൂളിനെ അവന് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ്. സ്വന്തം സെല്ലാണോ അത് മറ്റന്യ സെല്ലാണോ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ മെമ്മറി. ഒരു വട്ടം ഒരു അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആ മൈക്രോബിനെ ഓർത്തിരിക്കുകയും പിന്നീട് അടുത്തൊരു ഇത് വരുമ്പോൾ പെട്ടെന്ന് തന്നെ അവനെ തിരിച്ചറിഞ്ഞ് അവനെ നശിപ്പിച്ച് നമുക്ക് രോഗം ഉണ്ടാകാതിരിക്കാനുള്ള. ഇപ്പം മുണ്ടുനീരൊക്കെ ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ലെന്ന് പറഞ്ഞാൽ, അല്ല ചിക്കൻ ബോക്സ് ഒക്കെ ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. അതിന് കാരണം എന്താണ്? ഈ വന്ന പതോജനെ മനസ്സിലാക്കാനും പിന്നീട് രണ്ടാമത്തെ ഒരു ഇൻവാഷൻ ഉണ്ടാകുമ്പോൾ അവനെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അവനെ നശിപ്പിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പറ്റും. ആ കഴിവെന്ന് പറയുന്നത് ഈ മെമ്മറിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ഓർമ്മ വേണം കേട്ടോ. പിന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസ് മിക്കവാറും ചോദിച്ചിട്ടുണ്ട്. ഇമ്മ്യൂൺ റെസ്പോൺസ് ഡ്യൂ ടു ഫസ്റ്റ് എൻകൗണ്ടർ. ആദ്യമായി വരുമ്പോൾ ഉണ്ടാകുന്ന എൻകൗണ്ടറാണ് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയും. ഇത് വളരെ ലോ ആയിരിക്കും, ലോ ഇൻറ്റൻസിറ്റി ഉള്ളതായിരിക്കും. നേരെ മറിച്ച് രണ്ടാമത് വീണ്ടും ഇതിൻ്റെ ഒരു സബ്സിക്വൻ്റ് എൻകൗണ്ടർ വരികയാണ്, തുടർച്ചയായിട്ടൊരു എൻകൗണ്ടർ വരികയാണ് ഉണ്ടാകുന്ന റെസ്പോൺസ്, അതോ അല്പം കൂടി ഉയർന്ന തലത്തിലുള്ള ഒരു പ്രതികരണമായിരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കാണിക്കുന്നത്. അതിനെ വിളിക്കാൻ പറ്റുന്ന സെക്കൻഡറി റെസ്പോൺസ് എന്ന് പറയും. ഇത് നമ്മളെ സഹായിക്കുന്ന അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ മെമ്മറി സെല്ലിൻ്റെ സഹായത്തോടു കൊണ്ടുതന്നെ സെക്കൻഡറി റെസ്പോൺസ്. ദെൻ ആൻറ്റിജൻ ആൻറ്റിബോഡിയെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ആൻറ്റിബോഡിയുടെ സ്ട്രക്ചർ ഓർമ്മ വേണം. ഈ ഒരു സ്ട്രക്ചർ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഡാഷിട്ട് ലൈറ്റ് ചെയിന്, അതുപോലെ ഡൈസൾഫൈഡ് ചെയിന്, ഹെവി ചെയിൻസ്, ഇത് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്, ഇത് അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ ഒന്ന് പഠിച്ചോണം. ഓക്കെ. ടൈപ്സ് ഓഫ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. അതിൽ സെൽ മീഡിയേറ്റഡ് റെസ്പോൺസും അതേപോലെ തന്നെ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് അഥവാ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, പഠിച്ചോണം കേട്ടോ. ദെൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി നമ്മൾ അതും പലപ്പോഴും ചോദിച്ചു. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ലോങ് ലാസ്റ്റിംഗ് അക്വേർഡ് ഇമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ബൈ ദ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഓർഗാനിസംസ് ഓൺ സെൽസ് ഇസ് കോൾഡ് ആക്റ്റീവ്. നമ്മൾ ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പക്ഷേ മറ്റ് ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ഇമ്മ്യൂൺ പ്രൊഡക്ട്സ് ലൈക്ക് ആൻറ്റിബോഡീസ് ടു എ റെസിപ്പിയൻറ്റ് ഈസ് ഓൾറെഡി മെയ്ഡ് ഫോം. ഇറ്റ് ഈസ് ഓൾസോ ഫോളോവിങ് 2 ടൈപ്സ്. അത് ഒരാൾ നിർമ്മിച്ച ഒരു ആൻറ്റിബോഡി അല്ലെങ്കിൽ ഇമ്മ്യൂൺ പ്രൊഡക്റ്റ് മറ്റൊരാളിലേക്ക് റിസീവ് ചെയ്ത് ഉണ്ടായെടുക്കുന്ന ഇമ്മ്യൂണിറ്റി വിളിക്കുന്ന പേരാണ് പാസീവ് ഇമ്മ്യൂണിറ്റി. അതുതന്നെ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മദറിൽ നിന്ന് കുഞ്ഞിലേക്ക് വരുന്ന പ്ലാസൻ്റ വഴിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ആൻറ്റി വെനം ഒക്കെ ഉണ്ടല്ലോ, സ്നേക്കിൻ്റെയൊക്കെ നമ്മൾ വേറെ ജീവികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളത് കൃത്രിമമായിട്ട് ഉണ്ടാക്കും. കൃത്രിമമായിട്ടെന്ന് പറഞ്ഞാൽ അവയിൽ ഈ പാമ്പിൻ്റെ വിഷം കുത്തിവെക്കും കുറഞ്ഞ അളവിൽ. അപ്പോൾ അതിൻ്റെ ബോഡിയിൽ അതിനുള്ള ആൻറ്റിബോഡി ഉണ്ടാകും. ആ ആൻറ്റിബോഡി വേർതിരിച്ച് നമ്മളേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ആർട്ടിഫിഷ്യൽ പാസീവ് ഇമ്മ്യൂണിറ്റി, ആർട്ടിഫിഷ്യലാണ്. ദെൻ വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ ചോദിക്കും. വളരെയധികം പ്രാധാന്യമുണ്ട് വാക്സിനേഷൻ ഇമ്മ്യൂണൈസേഷൻ എന്താണെന്നുള്ള. മെമ്മറി സെൽസിൻ്റെ ആ കഴിവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. പലതരത്തിലുള്ള വാക്സിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈവ് വാക്സിൻസ് ഓർ അറ്റന്യൂട്ടഡ് വാക്സിൻ. ലൈവ് വാക്സിൻസ് ആർ പ്രിപ്പയർഡ് ഫ്രം ലൈവ്, ജനറലി അറ്റന്യൂട്ടഡ് മീൻസ് വീക്കം ചെയ്യും, പതോജനെ വീക്കം ചെയ്യും. അവന് അസുഖം ഉണ്ടാക്കാനുള്ള കഴിവില്ല. അങ്ങനെയുള്ള പതോജനെ കുത്തി വെച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന വാക്സിനെയാണ് നമ്മൾ ലൈവ് വാക്സിൻസ് ഓർ അറ്റന്യൂട്ടഡ് വാക്സിൻ എന്ന് പറയും. OPC ഓറൽ പോളിയോ വാക്സിൻ, OPV, BCG അതൊക്കെ എന്താണ് അറ്റന്യൂട്ടഡ് വാക്സിൻ അഥവാ ലൈവ് വാക്സിൻ. ജീവനുള്ള രോഗാണുവിനായിരിക്കും കൊടുക്കുന്നത്, പക്ഷേ അവന് അസുഖം ഉണ്ടാക്കാനുള്ള കഴിവ് ഇല്ല. ദെൻ കിൽഡ് വാക്സിൻസ് ഓർ ഇനാക്ടിവേറ്റഡ് വാക്സിൻസ്, നശിപ്പിച്ച. അപ്പം നശിപ്പിച്ചാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള അത് UV റൈസും അങ്ങനെയുള്ള. സാക് പോളിയോ വാക്സിന്, റാബീസ് വാക്സിൻ ഉണ്ടാക്കുന്നത്, ടൈഫോയിഡ് വാക്സിനൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മറ്റൊരു വാക്സിൻ പ്രൊഡ്യൂസ് ബൈ റീകോംബിനന്റ് DNA ടെക്നോളജി. റീകോംബിനന്റ് DNA ടെക്നോളജി ബയോടെക്നോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ റീകോംബിനന്റ് DNA ടെക്നോളജി മുഖാന്തരം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വാക്സിൻസ് പറയുന്ന പേരാണ്. ഇപ്പോൾ കൊറോണയുടെ കേസിലൊക്കെ അതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ. ബയോടെക്നിക് വാക്സിൻ ഹാവ് ബീൻ പ്രൊഡ്യൂസ് ഓൺ ലാർജ് സ്കെയിൽ. ലാർജ് സ്കെയിലിൽ വാക്സിൻ ഉണ്ടാക്കിയെടുക്കാൻ ഇത് മെത്തേഡ്. ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്നത് വാക്സിൻ പ്രൊഡ്യൂസ് ഫ്രം ഈസ്റ്റ് നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് Bക്കുള്ള വാക്സിൻ. ഓക്കെ.
അലർജി അങ്ങനെ വലിയ ഇതായിട്ടില്ല. പക്ഷേ ഓട്ടോ ഇമ്മ്യൂണിറ്റി നോക്കണം. ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ സെൽസിനെ നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നശിപ്പിക്കുന്ന പറയുന്ന പേരാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി. നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന സാധനമില്ലേ, അതില്ലാതെ പോകുന്നു. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ് ഒരു പ്രധാന അസുഖം. ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പ്രധാന അസുഖമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, സന്ധിവാതമാണ്. ഈ മാൾട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള ലിംബോ ടിഷ്യൂവിനകത്ത് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംബോ ടിഷ്യൂ ആണ് മാൾട്ട് എന്ന് പറയുന്നത്. നോർമലാണ് കേട്ടോ. എയ്ഡ്സ് എന്ന് പറയുന്നത്, എയ്ഡ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചാണെങ്കിൽ പോലും എയ്ഡ്സിൻ്റെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അതിൻ്റെ മോഡ് ഓഫ് ഇൻഫെക്ഷൻ വളരെ പ്രധാനപ്പെട്ടാണ്. റിട്രോ വൈറസ്, RNA വൈറസാണ് ഇവൻ ഇവിടെ വരുന്നു. അവൻ്റെ ഉടുപ്പൂരി വെച്ചിട്ട് അവൻ്റെ RNA വെളിയിലേക്ക് അകത്തേക്ക് വിടും, സെല്ലിനകത്ത് വന്ന അനിമൽ സെല്ലിനകത്ത് വന്ന RNA വൈറസ് എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി എന്തുണ്ടാക്കുന്നു, RNA DNA ആയിട്ട് മാറും. വൈറൽ RNA DNA ആയിട്ട് മാറും, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. എന്നിട്ട് അത് വന്നിട്ട് എന്ത് ചെയ്യും, ന്യൂക്ലിയസിനകത്ത് കയറിയിട്ട് ആ DNA-യുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് കൂടിച്ചേർന്നിട്ട് ആ സെല്ലിൻ്റെ മൊത്തത്തിലുള്ള ഇതിനെ അങ്ങ് ടേക്ക് ഓവർ ചെയ്തിട്ട് ധാരാളം പുതിയ വൈറസസിനെ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കുക. ആ സമയത്ത് അതിൻ്റെ ഫലമായിട്ട് ഈ സെല്ല് മൊത്തം ഈ വൈറസ് അതിനകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതിൻ്റെ മെറ്റബോളിസം മൊത്തം നശിക്കുന്നതിന് ഫലമായിട്ട് ആ സെല്ലുകൾ പതുക്കെ നശിച്ചു പോയാണ് അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഓർമ്മ വേണം കേട്ടോ. അതേപോലെ ക്യാൻസർ, 2 തരത്തിൽ ക്യാൻസറുണ്ട്. ബെനിൻ ക്യാൻസറും മാലിഗ്നൻ്റ് ക്യാൻസർ, അങ്ങനെ 2 തരത്തിലെ ക്യാൻസറാണുള്ളത്. ശരിക്കും ക്യാൻസർ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് ഡിവിഷൻ, റിപ്പീറ്റഡ് ഡിവിഷനാണ്. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു, ഒരു ട്യൂമർ, മാസ് ടിഷ്യൂ എന്ന് പറയുന്ന പേരാണ് ട്യൂമർ ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ക്യാൻസർ ഉണ്ടാകാൻ കാരണം ക്യാൻസർ സെൽസിന് ഒരു വലിയ പ്രോപ്പർട്ടി, കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുന്ന സാധാരണ സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് വലുതായിട്ട് അടുത്തുള്ള സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ വലിപ്പം അങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിപ്പവും ഡിവിഷനും നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതങ്ങനെയല്ല, ഇതിങ്ങനെ അൺകൺട്രോൾഡായിട്ട് ആ കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന പ്രോപ്പർട്ടി ഇതിന് നഷ്ടപ്പെടുമ്പോൾ അൺകൺട്രോൾഡായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നിട്ട് വലിയ മുഴകളുണ്ടായി വരുന്ന അവസ്ഥയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് ക്യാൻസർ സെല്ല് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കും മെറ്റാസ്റ്റാസിസ്. അങ്ങനെ വരുമ്പോഴാണ് ഗുരുതരം. മാലിഗ്നൻ്റ് ക്യാൻസർ മുമ്പ് പറഞ്ഞില്ലേ, ആ മാലിഗ്നൻ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നത്. കാരണം ഒരിടത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ബ്ലഡ് വഴി അതിൻ്റെ സെല്ലൊക്കെ അടന്ന് മാറിയിട്ട് വേറെ എവിടേക്കെങ്കിലും എത്തിയിട്ട് അവിടെ കിടന്ന് ക്യാൻസർ സെല്ലായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ആ ഭീകരന്മാർ ആണ് ഈ മാലിഗ്നൻ്റ് ക്യാൻസർ. ഈ ക്യാൻസറിൻ്റെ കോസസ് നിങ്ങൾക്കറിയാം. കെമിക്കൽ ഏജൻസ് ഉണ്ട് പലതരത്തിലുള്ള, ടുബാക്കോ പോലുള്ളത്, അത് ഫിസിക്കൽ UV റേസ് പോലുള്ള റേഡിയേഷൻസ്, ദെൻ ബയോളജിക്കൽ ഏജൻസ്, ഓങ്കോജനിക് വൈറസ്, പാരസൈറ്റ്സ്. അത് ഓർമ്മയാണ്. ഓങ്കോജനിക് വൈറസ് എന്ന് പറഞ്ഞ വൈറസുകളുണ്ട്, അതുപോലെ ചില പാരസൈറ്റുകളും നമുക്ക് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാകാറുണ്ട്. ടൈപ്സ് ഓഫ് ക്യാൻസർ അത് വലിയ പ്രാധാന്യമില്ലെങ്കിലും ക്യാൻസർ ഡിറ്റക്ഷൻ, ക്യാൻസർ എങ്ങനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്, എക്സ്റേ ആണ് പ്രധാന, എക്സ്റേ റേഡിയോഗ്രാഫിയാണ് പ്രധാന ഇത്. അതുപോലെ CT സ്കാൻ ഉണ്ട്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഉണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഉണ്ട്, ബയോപ്സി ഉണ്ട്. ബയോപ്സി ഹിസ്റ്റോപതോളജി സ്റ്റഡി ഓർ ബയോപ്സി എന്ന് പറയുന്ന ഒരു ടിഷ്യൂ എടുത്ത് കൾച്ചർ ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്തെടുക്കുകയാണ്. അതിനെ എക്സാമിൻ ചെയ്തിട്ടാണ് ക്യാൻസർസ് ആണോ ഇല്ലയോ എന്ന് പറയുന്നത്. പിന്നെ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സർജറിയാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് റേഡിയേഷൻ തെറാപ്പി നോക്കും, പിന്നെ കീമോതെറാപ്പി നോക്കും, ഇമ്മ്യൂണോതെറാപ്പി നോക്കും. ഇത്രയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഡ്രഗ് അബ്യൂസിനകത്ത് ഒപ്പിയോയിഡ് നാർക്കോട്ടിക്സ് അത് തന്നെ ഇത് 1 മാർക്കിനും 2 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അതിൽ തന്നെ നാച്ചുറൽ ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്. നാച്ചുറൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, കോമൺ നാച്ചുറൽ ഒപ്പിയോയിഡ് എന്ന് പറഞ്ഞാൽ ഒപ്പിയവും അതുപോലെ മോർഫിനുമാണ്. സെമി സിന്തറ്റിക് ഒപ്പിയോയിഡ്സ് ഉണ്ട്, അത് ഭാഗികമായിട്ട് നിർമ്മിച്ചപ്പെട്ടിട്ടുള്ള ഒപ്പിയോയിഡാണ്. അത് ഹെറോയിൻ, സ്മാക്ക് മീൻസ് ബ്രൗൺ ഷുഗർ. ഹെറോയിനും സ്മാക്കും ഒപ്പിയോയിഡ് നാർക്കോട്ടിക്സാണ്, വളരെ സെമി സിന്തറ്റിക് ആണ്. പിന്നെ സിന്തറ്റിക് ഒപ്പിയോയിഡ് ഉണ്ട്, നമുക്ക് കൃത്രിമമായിട്ടുണ്ടാക്കിയ ഒപ്പിയോയിഡ്സ് ഉണ്ട്. അതായത് പെത്തിഡിനും ആൻഡ് മെത്തഡോൺ. ദെൻ കന്നാബിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് ഈ കന്നാബിനോയിഡ്സ് എന്ന് പറയുന്നത്. ദെൻ കൊക്ക ആൽക്കലോയിഡ്, അത് ഒബ്റ്റൈൻ ഫ്രം യങ് ബ്രാഞ്ചസ് സൗത്ത് അമേരിക്കൻ പ്ലാന്റ് കോൾഡ് എറിത്രോസൈലം കൊക്ക. എറിത്രോസൈലം കൊക്കയുടെ ഇലകളിൽ നിന്ന്, യങ് ലീവ്സിൽ നിന്ന്, ബ്രാഞ്ചസിലുണ്ടാകുന്ന ഇലകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മയക്കുമരുന്നാണ് കൊക്ക ആൽക്കലോയിഡ്സ്.
പിന്നെ അഡിക്ഷൻ ആൻഡ് ഡിപ്പെൻഡൻസി, the psychological attachment to certain effects such as euphoria and temporary feeling of well-being associated with the drug and alcohol is called addiction. അതിനെ ബോഡി പൂർണ്ണമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത് അഡിക്ഷൻ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. അത് അഡിക്ഷൻ്റെ ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റുകൾ, അത് ആൽക്കഹോൾ ആയിക്കോട്ടെ ഡ്രഗ് ആയിക്കോട്ടെ, അതിൻ്റെ എഫക്റ്റുകൾ, അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഇതിന് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന? അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ്, സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പേരൻസ് ആൻഡ് പിയേഴ്സ്, looking for dangerous signs, seeking professional and medical help. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്ത ചാപ്റ്റർ നമ്മളൊന്ന് പോകാം, മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിനകത്ത് 5 കാര്യങ്ങളിൽ മൈക്രോബ്സ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്നാണ് ഉള്ളത്. ആ ഒരു കാര്യങ്ങൾ മാത്രം നമ്മളങ്ങ് പഠിച്ചാൽ മതി. ഒന്ന്, മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റ്. ഇഡ്ഡലി, ദോശ മുതലായ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള അപ്പം ഉണ്ടാകും. ഈസ്റ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പുളിപ്പിക്കുക, ഫെർമെൻറ്റേഷന് വേണ്ടിയൊക്കെ, പുളിപ്പിക്കാൻ വേണ്ടിയൊക്കെ. അവിടെ നമ്മൾ വീട്ടിൽ മൈക്രോബ്സിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഡെഫോർമേഷനെ, അതായത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സക്കറോമൈസസ് സെർവേസിയ, പേര് ഓർമ്മ വേണം. ബേക്കേഴ്സ് ഈസ്റ്റാണ് സക്കറോമൈസസ് സെർവേസിയ. അതേപോലെ തന്നെ ലാബ് നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. മിൽക്ക്, കർഡിങ് ഓഫ് മിൽക്ക്, ലാക്ടോബാസിലസ് എന്നൊക്കെ പറയുന്ന ബാക്ടീരിയകൾ ഉൾപ്പെടുന്നതാണ് ലാബ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്നാണ് അത് പറയുന്നത്. ആ ബാക്ടീരിയകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കർഡ് ഫ്രം മിൽക്ക്. ശരിക്കും കർഡിങ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് പാല് തൈരാകുന്ന പരിപാടിക്ക് സഹായിക്കുന്ന ബാക്ടീരിയകൾ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് ലാബ് എന്നാണ്. അതിലെ പ്രധാന ബാക്ടീരിയയാണ് ലാക്ടോബാസിലസ്. അതേപോലെ തന്നെ ദോശ, ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടോഡി. ടോഡി എന്ന് പറയുന്നത് എന്താണ് അറിയാം? കല്ലിൻ്റെ നിർമ്മാണത്തിൽ ചില ബാക്ടീരിയകളാണ് കല്ലിനെ പൊളിപ്പിക്കുന്നത്. അതേപോലെ ചീസിൻ്റെ നിർമ്മാണം, ചീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വെണ്ണ, അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ 1-2 പേര് ഓർമ്മയാണ്. സ്വിസ് ചീസ്. സ്വിസ് ചീസ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയത്തിൻ്റെ പേരാണ് പ്രോപ്പിയോണി ബാക്ടീരിയം ഷർമാനി എന്ന് പറയും. പ്രോപ്പിയോണി ബാക്ടീരിയം ഷർമാനി എന്ന് പറയുന്നതാണ് സ്വിസ് ചീസ്. സ്വിസ് ചീസിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വലിയ ഹോളായിരിക്കും അതിനകത്ത്. അതിന് കാരണം ധാരാളം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. ചൂടാകുമ്പോൾ ഈ വായു പുറത്ത് പോകുന്നതാണ് ഈ ഹോളുകൾ. അപ്പോൾ ധാരാളം കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് വലിയ ഹോളായിരിക്കും ആ ചീസിനകത്ത്. അതാണ് സ്വിസ് ചീസിന് പ്രത്യേകത. റോക്ക്ഫോർട്ട് ചീസ് ഉണ്ട്. റോക്ക്ഫോർട്ട് ചീസിനകത്ത് പെനിസിലിയം റോക്ക്ഫോർട്ട് എന്ന് പറയുന്ന ഫംഗസാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഫംഗസിനെ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അത്ര ഒന്ന് ഓർമ്മ. ദെൻ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിനകത്ത് 3 കൂട്ടർ. ഒന്ന് ഫെർമെൻറ്റഡ് ബിവറേജസ്, ആൻറ്റിബയോട്ടിക്സ്, ദെൻ അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, കെമിക്കൽസ്, എൻസൈംസ് എക്സെട്ര. അപ്പം ഈ 3 കാര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫെർമെൻറ്റഡ് ബിവറേജസ് അറിയാമല്ലോ, കള്ളുണ്ടാക്കാൻ വേണ്ടി ബിവറേജ്, ചാരായ, ഇതര ആൽക്കഹോൾ ഉണ്ടാക്കാൻ വേണ്ടി ഫെർമെൻറ്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ചില ബാക്ടീരിയകളുണ്ട്. അതുപോലെ തന്നെ ഫംഗസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്റ്റ് ഉണ്ടല്ലോ, ഈസ്റ്റാണ് പ്രധാനമായിട്ട് ഇതിനെ പൊളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാൾ. ദെൻ ആൻറ്റിബയോട്ടിക്സിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഇതിനെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം പെനിസിലിയം നൊട്ടേറ്റസ് അല്ലേ? പെനിസിലിയം നൊട്ടേറ്റ എന്ന് പറയുന്ന ഫംഗസിൽ നിന്ന് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആദ്യമായിട്ട് പെനിസിലിൻ എന്ന് പറയുന്നൊരു വസ്തു കണ്ടെത്തി. പക്ഷേ പിന്നീട് വേറെ എണസ് ചെയിനാണ്, ഹോവാർഡ് ഫ്ലോറി, ചെയിനും ഫ്ലോറിയാണ് അതിനെ വേർതിരിച്ചെടുത്തത്. പെനിസിലിൻ 2ാം ലോക മഹായുദ്ധത്തിലൊക്കെ അമേരിക്കൻ സൈനികർക്കൊക്കെ വളരെയധികം സഹായം ചെയ്തിരുന്ന ഒരു കണ്ടുപിടുത്തമായിരുന്നു ഈ ആൻറ്റിബയോട്ടിക്കിനെ കണ്ടുപിടുത്തം. അപ്പോൾ ഒത്തിരി ആൾക്കാർ ജീവൻ 2ാം ലോക മഹായുദ്ധത്തിൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് അതിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിച്ച പെനിസിലിൻ നൊട്ടേറ്റം എന്ന് പറയുന്ന ഫംഗസ്, അതിൽ നിന്നാണ് പെനിസിലിൻ കണ്ടെത്തിക്കുന്നത്. ദെൻ അതുപോലെ പല രോഗങ്ങൾക്കും ആവശ്യമായ മരുന്നുകൾ, ഇത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സൊക്കെ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുണ്ട് മൈക്രോബ്സിനെ ഉപയോഗിച്ചുകൊണ്ട്. ദെൻ കെമിക്കൽ എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂളിനകത്ത്
ഇമ്പോർട്ടൻ്റ് ആണ്. ചില ഓർഗാനിക് ആസിഡിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗാനിക് ആസിഡിനകത്ത് സിട്രിക് ആസിഡ്, ആസ്പെർജിലസ് നിഗർ എന്ന് പറയുന്ന ഫംഗസാണ്. ദെൻ അസറ്റിക് ആസിഡ്, അസറ്റോബാക്ടർ അസറ്റിയ, പേര് തന്നെ മതി, അസറ്റോബാക്ടർ അസറ്റിയിൽ നിന്നാണ്, അസറ്റിയാണ് അസറ്റിക് ആസിഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്. ബ്യൂട്ടീരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം എന്ന് പറയുന്ന ബാക്ടീരിയയാണ് സഹായിക്കുന്നത്. ലാക്റ്റിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാക്ടോബാസിലസ് ഗ്രൂപ്പിൽപ്പെട്ട സ്പീഷീസിൽപ്പെട്ട ആ ജനസിൽപ്പെട്ട ധാരാളം ബാക്ടീരിയകളുണ്ട്. അവന്മാരാണ് ലാബ് നമ്മൾ പറയും അല്ലേ, അവന്മാരാണ് അതിന് സഹായിക്കുന്നത്. ദെൻ എൻസൈംസ്, ലിപ്പേസിൻ്റെ നിർമ്മാണം. ലിപ്പേസ് എന്ന് പറയുന്നത് ശരിക്കും ഡിറ്റർജൻറ്റ് നിർമ്മാണത്തിന് വേണ്ടിയിരിക്കും. കാരണം എണ്ണക്കറയൊക്കെ കളയാൻ വേണ്ടി, ലിപ്പേസ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് ഡൈജസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ എണ്ണക്കറയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ലോണ്ട്രിയിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഡിറ്റർജൻറ്റിലൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്, ലിപ്പേസ് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള ഒരു എൻസൈമാണ്. മറ്റൊന്ന് പെക്ടിനേസ് ആൻഡ് പ്രോട്ടീസ്. പെക്ടിനേസ് ആൻഡ് പ്രോട്ടീസ് എന്ന് പറഞ്ഞാൽ ബോട്ടിൽഡ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടല്ലോ കടയിൽ നിന്ന് കിട്ടുന്നത്, ഇത് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. നമ്മൾ വീട്ടിലടിക്കുന്ന മൊത്തം നാരുകളായിരിക്കും. ഈ ക്ലിയർ ആയിട്ടിരിക്കാൻ കാരണം ഇവർ ഈ പെക്ടിനേസും പ്രോട്ടീൻസും ആഡ് ചെയ്യുന്നത്, ഇവൻ ഈ ഫൈബേഴ്സിനെ അങ്ങ് ഡൈജസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ബോട്ടിൽഡ് ജ്യൂസൊക്കെ ഇരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് സ്ട്രെപ്റ്റോകൈനേസ്. അതൊരു ജനറ്റിക് എഞ്ചിനീയറിംഗ് മുഖാന്തരം നമ്മൾ മാറ്റിയെടുത്തുണ്ടാക്കിയ ഒരു ബാക്ടീരിയയാണ് സ്ട്രെപ്റ്റോകൈനേസ്. ഇതൊരു ക്ലോട്ട് ബസ്റ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ക്ലോട്ട് ഉണ്ടാകും, ബ്ലഡ് ക്ലോട്ട് അതിനകത്ത്. അപ്പോൾ ഇതങ്ങോട്ട് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ചെന്നിട്ട് ഈ ക്ലോട്ടിനെ മൊത്തം എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്യും. അപ്പം ക്ലോട്ട് അങ്ങ് മാറും. അതാണ് അവൻ ചെയ്യുന്ന പരിപാടി. ദെൻ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറത്തിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. ഒരു ഇമ്മ്യൂണോ സപ്രസറായിട്ട് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടന്നില്ലേ, അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സപ്രസറാണ് സൈക്ലോസ്പോറിൻ എ. ട്രൈക്കോഡെർമ പോളിസ്പോറത്തിൽ നിന്നാണ് അവനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ദെൻ സ്റ്റാറ്റിൻ, മൊണാസ്കസ് പർപ്യൂരിയസ് എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് സ്റ്റാറ്റിൻ ഉണ്ടാക്കുന്നത്. ഇത് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റാണ്, രക്തത്തിലെ കൊളസ്ട്രോൾ അളവ് കുറയ്ക്കുന്ന ഒരു വ്യക്തിയാണ്. വ്യക്തിയല്ല, ഒരു സാധനമാണ്. ഓക്കെ. ദെൻ മൈക്രോസ് സീവേർ ട്രീറ്റ്മെൻറ്റ്. സീവേർ ട്രീറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ 2 ഘട്ടങ്ങളായിട്ടാണ് സീവേർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറിയിൽ ശരിക്കും നമ്മൾ ഫിസിക്കൽ റിമൂവലാണ് നടക്കുന്നത്. വലിയ വലിയ പീസുകളാണ് ഒഴുകി വരുന്ന വെള്ളത്തെ, സീവേർ എന്ന് പറഞ്ഞാലേ ഓടവെള്ളം, അത് അടുത്തുള്ള പുഴയിലേക്ക് ഒഴുക്കുന്നതിന് മുമ്പ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനാണ് സീവേർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഒഴുക്കത്തുള്ളൂ. അവശക്കാൻ മലിനപ്പെട്ട വെള്ളത്തെ എല്ലാം ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രം നമ്മൾ അത് അങ്ങോട്ട് ഒഴുക്കി വിടത്തുള്ളൂ. അതിന് വേണ്ടിയുള്ള പരിപാടി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം ഇത് ഒഴുകി വരുന്ന വെള്ളത്തെ ഫിൽട്രേറ്റ് ചെയ്യുന്നു, സീക്വൻഷ്യൽ ഫിൽട്രേറ്റ്. പിന്നെ ഗ്രിറ്റ്, അടിഞ്ഞുകൂടിയ ഗ്രിറ്റൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം മുകളിലുള്ള വെള്ളത്തെ എഫ്ലുവൻറ്റ് എന്ന് പറയുക, അതിനെ അടുത്ത ടാങ്കിലേക്ക് വിടുന്നു. അവിടെ വെച്ചാണ് എയറേഷൻ ടാങ്കാണ്, അവിടെ ഭയങ്കരമായിട്ട് എയർ പമ്പ് ചെയ്തിട്ട് ഇവനെ ഭയങ്കരമായിട്ട് ഇളക്കി മറിച്ചെടുക്കും. അപ്പം മൈക്രോബിയൽ ഫ്ലോക്സ് അവിടെ ഡെവലപ്പ് ചെയ്യും. മൈക്രോബിയൽ ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഫംഗസിൻ്റെ ആൾക്കാരുടെ ഒരു സിംബയോട്ടിക് ബാക്ടീരിയയുടെയും ഫംഗസിൻ്റെയും കൂടെ ഒരു അസോസിയേഷനാണ് ഫ്ലോക്ക് എന്ന് പറയും. അപ്പോൾ ധാരാളം ഫ്ലോക്ക് അവിടെ ഉണ്ടാകുന്നു. ആ ഫ്ലോക്ക് എന്ത് ചെയ്യുന്നു, ഇതിനകത്തുള്ള ഓർഗാനിക് കമ്പോണൻറ്റിനെ മൊത്തം ഡൈജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഫ്ലോക്കം ഭയങ്കരമായിട്ട് ഉണ്ടായി വന്നു. അതിനകത്തുള്ള ഈ ചന്തയിൽ നിന്നും ഹോട്ടലിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിനകത്ത് ഓർഗാനിക് കണ്ടന്റ് വളരെ കൂടുതലാണ്. ഇതിനെ മൊത്തം ഡൈജസ്റ്റ് ചെയ്യും. അങ്ങനെ വെള്ളത്തിന് BOD എന്ത് ചെയ്തുകൊണ്ട് വരും, കുറച്ച് വരും. ഇത് BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, മനസ്സിലാവും. ആ BOD കുറച്ചുകൊണ്ട് വരും. BOD കുറയ്ക്കാന്ന് പറഞ്ഞാൽ അത്രയും പൊല്യൂഷൻ കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ പൊല്യൂഷൻ്റെ അളവ് കുറഞ്ഞതനുസരിച്ച് BOD കുറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിനകത്ത് അത്ര ഓർഗാനിക് കണ്ടൻറ്റ് കുറഞ്ഞു വന്നു എന്നാണ്. അങ്ങനെ BOD കുറഞ്ഞതിന് ശേഷം ആ സാധനത്തെ എന്ത് ചെയ്യും, നമ്മൾ ഒഴുക്കി വിടുകയും ഈ ഡെവലപ്പ് ചെയ്ത ഫ്ലോക്കിനെ എല്ലാം കൊണ്ട് ഒരു അനീറോബിക് സ്ലഡ്ജ് ഡൈജഷനൊക്കെ വിട്ടിട്ട് അവിടെ വെച്ചത് അതിനെ മൊത്തം ഡൈജസ്റ്റ് ചെയ്തിട്ട് മീഥെയിന്, അതുപോലെ തന്നെ ബയോഗ്യാസ് നമ്മളതിന് പറയുന്നത് ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈഓക്സൈഡ് മുതലായ ഗ്യാസുകൾ വെളിയിലേക്ക് റിലീസ് ചെയ്യുന്നത് നമ്മൾ ബയോഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. BOD എന്ന് ചോദിക്കും. അപ്പം BOD കുറഞ്ഞാൽ പൊല്യൂഷൻ റേറ്റ് കുറഞ്ഞു, BOD കൂടിയ പൊല്യൂഷൻ റേറ്റ് വളരെ കൂടുതലാണ് വാട്ടർ ബോഡി. ഓക്കെ. മൈക്രോസിൻ്റെ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. ശരിക്കും അനേറോബിക് ബാക്ടീരിയകൾ നമ്മൾ അനേറോബിക് ബാക്ടീരിയ, മെത്തനോ ബാക്ടീരിയമാണ് പ്രധാനമായിട്ടും ഈ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് കാർബൺ ഡൈഓക്സൈഡും അതുപോലെ തന്നെ ഹൈഡ്രജനൊക്കെ ആക്കി മാറ്റുന്നത്. അതിൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പടം തന്നിട്ട് എന്താണ് അനലൈസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അതൊന്ന് നോക്കിക്കണം കേട്ടോ. മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻറ്റ്. ബയോ കൺട്രോൾ ഏജൻറ്റിനകത്ത് നമ്മൾ മൈക്രോബ്സിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ബാസിലസ് തുറിഞ്ചിയൻസിസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള BT കോട്ടൺ ഡയറക്റ്റ് ജനറ്റിക് ക്രൈപ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനെ എടുത്തിട്ട് നമ്മൾ കോട്ടൺ പ്ലാന്റിലേക്ക് ഇൻസെർട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൾറെഡി ആ ക്രൈപ്രോട്ടീൻ എവിടെ ഉണ്ടാവും, ആ ജീൻ എവിടെ ഉണ്ടാവും, ആ ഏത് പ്ലാന്റിലേക്കാണ് നമ്മൾ മാറ്റി ആ പ്ലാന്റിലുണ്ടാവും. അവിടെ ആ ക്രൈപ്രോട്ടീൻ ഉണ്ടാകുന്നതുകൊണ്ട് ചില പ്രത്യേക ഇൻസെക്റ്റുകൾ അവൻ മുട്ടയിട്ടിട്ട്
എന്താണ് അതിൻ്റെ ലാർവയാണ് ഇതിൻ്റെ ഇലകളൊക്കെ ഭക്ഷിക്കുന്നത്. അപ്പം കോട്ടൺ പ്ലാന്റിലാണ് ഇത് പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോട്ടൺ പ്ലാന്റിൽ BT കോട്ടൺ എന്നാണ് നമ്മൾ പറയുന്നത്. BT കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷം ഓൾറെഡി അതിനകത്ത് കാണും. അപ്പോൾ ഈ ഇൻസെക്റ്റ് വന്ന് തന്നെ തിന്നത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ബാസിലസ് തുടങ്ങിയ ഇൻസെക്റ്റിനെ ചെറിയ പൊടികളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് വെള്ളത്തിൽ കളിക്കാൻ നമ്മൾ സ്പ്രേ ചെയ്താലും ഈ ഇൻസെക്റ്റ് വന്ന് മുട്ടയിടത്തില്ല. മുട്ടയിട്ട് വിരിഞ്ഞ് വരുന്ന ലാർവയുടെ ഭക്ഷണമാണ് അയല. അപ്പം അങ്ങനെ മൈക്രോബ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രൈക്കോഡർമ സ്പീഷീസിൽ ഫ്രീ ലിവിങ് ഫംഗസാണ്. ഇത് റൂട്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് എക്കോസിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കാണാറുണ്ട്. ഈ ട്രൈക്കോഡർമയും പല പ്ലാന്റ് പതോജൻസിനെ നശിപ്പിക്കുന്നവരാണ്. അതേപോലെ തന്നെ ബാക്ടീരിയ വൈറസസ് പതോജൻസ് ദാറ്റ് അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് അതർ ആർട്രോപോഡ്സ്. ബാക്ടീരിയ വൈറസ് എന്ന് പറഞ്ഞാൽ പതോജൻസ് ദാറ്റ് അറ്റാക്ക് ഇൻസെക്ട്സ് ആൻഡ് അതർ ഇൻസെക്റ്റുകളെ മറ്റ് ആർട്രോപോഡ്സിനെയൊക്കെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുന്ന പതോജൻസിനെ പറയുന്ന ബാക്ടീരിയ വൈറസസ്. ഇവയും നമുക്ക് നമ്മുടെ വിളവൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് നമുക്കിവരെ ഉപയോഗിക്കാം. ദെൻ മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സായിട്ട് ഉപയോഗിക്കുന്ന സിംബയോട്ടിക് ബാക്ടീരിയ. റൈസോബിയം കേട്ടിട്ടുണ്ട്. പയർ ചെടിയുടെ റൂട്ട് നൊഡ്യൂളിൽ ലെഗ്മിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നൊഡ്യൂളിൽ കാണപ്പെടുന്ന ബാക്ടീരിയമാണ് റൈസോബിയം. ഇവൻ അറ്റ്മോസ്ഫിയറിക് നൈട്രേറ്റ് ആക്കി മാറ്റി ഫിക്സ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ഫ്രീ ലിവിങ് ആയിട്ട് കാണപ്പെടുന്ന ബാക്ടീരിയങ്ങളാണ് അസോസ്പൈറല, സെറ്റോബാക്ടീരിയ. ഇവന്മാരും അറ്റ്മോസ്ഫിയറിക് നൈട്രേറ്റ് ആക്കി മാറ്റും. അങ്ങനെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠ വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട്. ദെൻ മൈക്രോറൈസ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്ലാന്റ്സിൻ്റെ ഹയർ പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കാണുമ്പോൾ സിംബയോട്ടിക് അസോസിയേഷനാണ്. ഫംഗസുകളാണ്. ഇവർ ഫോസ്ഫറസിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കുന്നത്. ഇവന്മാർ ഫോസ്ഫറസിനെ അബ്സോർവ് ചെയ്യുന്നത് നമ്മുടെ പ്ലാന്റ്സിന് കിട്ടുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സയനോ ബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നൊക്കെ നമ്മൾ പറയും. ഇവന്മാർ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ആൽഗയാണ്, വെള്ളത്തിലാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ നൈട്രേറ്റാക്കി മാറ്റി ആ വെള്ളത്തിൽ കളയും. പാടി ഫീൽഡിലൊക്കെ ബ്ലൂ ഗ്രീൻ ആൽഗയുള്ള വളരെയധികം നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ചാപ്റ്ററിനകത്തുള്ളത്. ഇനി ഒരു ചാപ്റ്റർ കൂടിയാണ് നമുക്കുള്ളത്. ആ ചാപ്റ്ററിൻ്റെ പേര് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പഠിച്ചാൽ മതി. ഒന്ന് അതിൻ്റെ ജനറ്റിക് ഡൈവേഴ്സിറ്റി, പല ലെവലുള്ള ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഈ 3 തരത്തിലുള്ള ഡൈവേഴ്സിറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. ജീൻ ലെവലുള്ള ഡൈവേഴ്സിറ്റി, ഇപ്പോൾ ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കളാണെങ്കിൽ പോലും വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. ആ ജീൻ ലെവലുള്ള ഡൈവേഴ്സിറ്റി നമ്മൾ പറയുന്നത് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഏതാണ്ട് 50,000 ജനറ്റിക്കൽ ഡിഫറൻറ്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ് നമ്മുടെ നാട്ടിലുണ്ട്. 1000-ഓളം വെറൈറ്റി ഓഫ് മാംഗോ. ഇത് മാംഗോ എന്ന് പറഞ്ഞാൽ മാഞ്ചിഫറ ഇൻഡിക്ക ഒറ്റ സ്പീഷീസാണ്, പക്ഷേ അതിൻ്റെ 1000-ഓളം വെറൈറ്റി ഉണ്ട്. റൈസസ് സറ്റീവ എന്ന് പറയുന്നത് നെല്ലാണ്. അതിൻ്റെ 50,000-ഓളം ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ നെല്ലുകൾ നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജനറ്റിക് ജീൻ ലെവലുള്ള ഡൈവേഴ്സിറ്റി. സ്പീഷീസ് ലെവലുള്ള ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അല്പം കൂടി ഉയർന്ന ലെവലിലേക്കുള്ള ഡൈവേഴ്സിറ്റിയാണ്. അത് സ്പീഷീസ് ഇപ്പോൾ എക്കോസിസ്റ്റം എടുക്കുകയാണെങ്കിൽ അവിടെ ആംഫിബിയൻസിൻ്റെ കേസിൽ വെസ്റ്റേൺ ഘട്ടിലെ ആംഫിബിയൻസിൻ്റെ കേസ് പറയുമ്പോൾ ആംഫിബിയൻസ് എന്തോരം ഉണ്ട്, 1300 ആംഫിബിയൻ സ്പീഷീസ് അവിടെ ഉണ്ട് എന്ന് പറയുന്നതാണ് അവിടുത്തെ ആ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം ലെവൽ. ഇപ്പോൾ ഉദാഹരണം ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ദ ഡൈവേഴ്സിറ്റി അറ്റ് കമ്മ്യൂണിറ്റി ഓർ എക്കോസിസ്റ്റം ലെവൽ. അതായത് ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഡൈവേഴ്സിറ്റി. ഇപ്പോൾ ഒരു കാട്, ആ ഡൈവേഴ്സിറ്റി അല്ല അപ്പുറത്തുള്ള ഒരു വലിയൊരു കുളത്തിൽ, അതായിരിക്കത്തില്ല അപ്പുറത്തൊരു ഡെസേർട്ടിൽ, അതല്ല അപ്പുറത്തൊരു ഗ്രാസ് ലാൻഡിൽ. ഈ തരത്തിലുള്ള എക്കോസിസ്റ്റം ലെവലിലുള്ള ഇച്ചിരി ഉയർന്ന തരത്തിലുള്ള ഡൈവേഴ്സിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ ഇന്ത്യ ഡ്യൂ ടു പ്രസൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് എക്കോസിസ്റ്റംസ് ലൈക്ക് ഡെസേർട്ട്, റെയിൻ ഫോറസ്റ്റ്, കോറൽ റീഫ്സ്, വെറ്റ്ലാൻഡ്, എസ്റ്റുറീൻസ് ആൻഡ് ആൽപൈൻ മെഡോസ്. ഇങ്ങനെ പലതരത്തിലുള്ള എക്കോസിസ്റ്റം ഉള്ളതുകൊണ്ട് പലതരം എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാണ് ഇവിടെ ഇന്ത്യയിൽ. അപ്പോൾ ഡൈവേഴ്സിറ്റി 3 തരത്തിൽ: ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. അതൊന്നും ഓർമ്മ വേണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെയുള്ള ജീവികളുടെ ഒരു എണ്ണം ഏറ്റവും കൂടുതൽ ആരാണ് ഉള്ളത് ഒരു പൈ ഡയഗ്രത്തിൻ്റെ രീതിയിൽ തന്നിട്ടുണ്ട്. ഭൂമിയിലെ ജീവികളുടെ അവസ്ഥ അത് ഇൻവെർട്ടിബ്രേറ്റ്സിൻ്റെ നിങ്ങൾക്ക് നോക്കുക, ഏതാണ്ട് ഒരു 75% കൂടുതൽ ഇൻസെക്റ്റുകളാണ്. പിന്നെ വരുന്നത് മൊളസ്കുകളാണ്, പിന്നെ ക്രസ്റ്റേഷ്യൻസ്,
പിന്നാണ് ബാക്കി എല്ലാ വിഭാഗങ്ങളും കൂടി വരുന്നത്. ഇത് ഈ പൈ ഡയഗ്രം തന്നിട്ട് അളവനുസരിച്ച് ഇവരെ എഴുതാൻ പറയും. ഇപ്പം ഇവിടെ എ ആരാ വരുന്നത്, ബി ആരാ വരുന്നത്, ഇത് എഴുതാൻ ചോദിക്കും. അതുകൊണ്ട് അത് പഠിച്ചോണം. വെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ വരുമ്പോൾ ഫിഷസ് ആണ് ഏറ്റവും കൂടുതൽ, 50% ഫിഷസ് ഉണ്ട്. പിന്നെ വരുന്നത് ബേഡ്സും റെപ്റ്റൈൽസും ആണ്. പിന്നെ വരുന്നത് മാമൽസ്, ആംഫിബിയൻസും ഉണ്ട് വെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫിഷസ് ആണ്, 50%-ഓളവും ഫിഷുകളാണ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള വെർട്ടിബ്രേറ്റ്സ് ആണെന്ന് ഫിഷസ് ആണ്. പ്ലാന്റ്സിൻ്റെ കേസ് വരുമ്പം ഏതാണ്ട് ആൻജിയോസ്പേംസ്, ഫംഗസുകളും കട്ടയ്ക്കാണ്. ഏകദേശം ഒരേ അളവിൽ അവയുണ്ട്. പിന്നെ വരുന്ന ആൽഗകളാണ്. പിന്നെ ഫേൺസും അതുപോലെ മോസ് പ്ലാന്റുകളും വരും. പിന്നെയാണ് ലൈക്കൻസ്. അപ്പോൾ ഇതാണ് പ്ലാന്റ്സിൻ്റെ ഒരു അവസ്ഥ. ഇത് ഈ 3 പൈ ഡയഗ്രം ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. പിന്നെ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിയുടെ ലാറ്റിറ്റ്യൂഡ് ഗ്രേഡിയൻറ്റും അതേപോലെ തന്നെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പും ഒന്ന് നോക്കിയേക്കണം. ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിനകത്ത് ലാറ്റിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇക്വേറ്ററിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്നതോറും ഡൈവേഴ്സിറ്റി കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്ന്, ഫ്രീക്വൻറ്റ് ഗ്ലേസിയേഷൻ നേരത്തെ നടന്നുകൊണ്ട് ടെമ്പറേറ്റ് റീജിയനിലൊക്കെ എവല്യൂഷനുള്ള ടൈം കിട്ടിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്ലേസിയേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് കുറേ ജീവികളെ നശിച്ചു പോകും. നേരെ മറിച്ച് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് വരുമ്പം കുറേ വർഷങ്ങളായിട്ട് റിലേറ്റീവ്ലി അൺഡിസ്റ്റർബ്ഡായിട്ട് കിടക്കുന്നതുകൊണ്ട് കൂടുതൽ ജീവജാലങ്ങൾക്ക് ഇവോൾവ് ചെയ്ത് വരാനുള്ള സമയം ധാരാളം ഉള്ളതുകൊണ്ട് ഇത്ര ഡൈവേഴ്സിറ്റി ഉണ്ടായി എന്നാണ് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്സ് റിലേറ്റീവ്ലി മോർ കോൺസ്റ്റൻ്റ് ആണ് ഇവിടെ ട്രോപ്പിക്കൽ റീജിയനിൽ. അതുപോലെ ലെസ് സീസണലാണ്. മറ്റേ ടെമ്പറേറ്റ് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ നോക്കുമ്പം ട്രോപ്പിക് റീജിയൻ എന്ന് പറഞ്ഞാൽ ലെസ് സീസണാണ്, മോർ സ്റ്റേബിളാണ്. അതുകൊണ്ട് തന്നെ മോർ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എവല്യൂഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ സോളാർ എനർജി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഈ ട്രോപ്പിക് റീജിയനാണ്. ഈ കെട്ടിൻ്റെ ഇരുവശം കിടക്കുന്നുണ്ട് ട്രോപ്പിക് റീജിയനിലായിരിക്കും സോളാർ എനർജി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി വളരെ കൂടുതൽ ആ റീജിയനിലായിരിക്കും. ഈ 3 റീസൺസാണ് പ്രധാനമായിട്ടും ഈ ലാറ്റിറ്റ്യൂഡ് ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ ഇക്വേറ്ററിൻ്റെ ഭാഗത്ത് ട്രോപ്പിക് റീജിയനിലെ ജീവജാലങ്ങളുടെ എണ്ണം ഡൈവേഴ്സിറ്റി കൂടി വരാൻ ഒരു പ്രധാന കാരണം. പിന്നെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഒന്ന് ഓർമ്മ, എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയയ്ക്കനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും കൂടി വരും. പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട്, ബട്ട് ടു എ ലിമിറ്റ്. അപ്പോൾ region species richness increase with increasing explored area but to a limit. ഒരു ലിമിറ്റ് വരെ ഇത് ഏരിയ എക്സ്പ്ലോർ ചെയ്യുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും മീൻസ് ഡൈവേഴ്സിറ്റിയും കൂടി വരും. ഇതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ലോഗ് എസ് എസ് ഇക്വട്ട് ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് എ എന്നും പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഒന്ന് ഓർമ്മ വേണം. ലോഗ് സ്കെയിലിൽ നിന്നാണ് അത് അറിയപ്പെടുന്നത്. അത് ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടി വരികയാണ്. അത് ഒരു ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. പിന്നെ കൂടത്തില്ല. പിന്നെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ കോസസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ദ ഏവിൾ കോർട്ടറ്റ് എന്ന് പറയും. 4 തരത്തിൽ. ഒന്ന്, ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ജീവജാലങ്ങളുടെ വാസസ്ഥലം നഷ്ടപ്പെടുക. ഡിസ്ട്രക്ഷൻ ഓഫ് ഹാബിറ്റ്സ് ഇസ് ദ പ്രൈമറി കോസ് ഓഫ് എക്സ്റ്റിങ്ഷൻ ഓഫ് സ്പീഷീസ്. വാസസ്ഥലം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും, എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. ഏറ്റവും സിമ്പിളായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങാടിക്കുരുവി എന്ന് പറയുന്ന കുരുവി ഉണ്ടായിരുന്നു. അങ്ങാടിക്കുരുവി ധാരാളം നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ വാസസ്ഥലം അന്ന് ഈ ഓടിട്ട ചെറിയ കടകളൊക്കെ ആയിരുന്നു ടൗണുകളിൽ, ചന്തകളിലൊക്കെ. അപ്പോൾ അവിടെ അവന് കൂട്ടാനൊക്കെയുള്ള ഒരുപാട് അവസ്ഥകളുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചാക്കിലായിരുന്നു അരികളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റോഡിലൊക്കെ ഇഷ്ടംപോലെ അരിമണി ധാന്യങ്ങളൊക്കെ വീഴുമായിരുന്നു. അവ കൊത്തി തിന്ന് അവന് ജീവിക്കാൻ പറ്റും. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള കടകളുടെ എണ്ണം കുറഞ്ഞു വന്നു. ടൗണിലൊക്കെ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നു. ഇവന് കൂട്ടാനുള്ള സ്ഥലമില്ല. അതേപോലെ തന്നെ ഈ ഇതുപോലെ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള അരിമണിയും ധാന്യങ്ങളൊന്നും വീഴുന്നില്ല. കാരണം പ്ലാസ്റ്റിക് ചാക്കായി, അതേപോലെ ചാക്ക് തന്നെയല്ല പ്ലാസ്റ്റിക്കിനകത്തായി. അങ്ങനെ വന്നപ്പം ഇവന് ഫുഡ് കിട്ടുന്നതിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞു, അവന് വാസസ്ഥലത്തിന് അവൈലബിലിറ്റി കുറഞ്ഞു. സ്വാഭാവികമായിട്ട് അവൻ്റെ എണ്ണം കുറഞ്ഞു. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമായിട്ട് അവൻ ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കാടുകളുടെയൊക്കെ അവസ്ഥ ഇതാണ്. കാടുകൾ കയ്യേറി കൃഷിക്ക് വേണ്ടി മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ വാസസ്ഥലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ, തുണ്ടുവൽക്കരണം. ഈ കാട് നടുക്കൂടെയൊക്കെ റോഡ്, റെയിൽവേ ഇങ്ങനെയൊക്കെ അതുപോലെ കൃഷിയൊക്കെ വരുന്ന അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇവൻ്റെ വാസസ്ഥലം കുറഞ്ഞു. ചില മൃഗങ്ങൾക്കൊക്കെ ഇപ്പോൾ കടുവയൊക്കെയാണ് ഒരു മെയിലിന്
25 സ്ക്വയർ കിലോമീറ്ററൊക്കെയാണ് അവൻ്റെ ഒരാളുടെ ടെറിട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ആ അത്രയും ടെറിട്ടറിയിൽ ഒരു ആൺകടുവ മാത്രമാണ്. അപ്പോൾ എന്തോരം കാടുണ്ടായിരിക്കണം അവിടെ കടുവ വേണമെങ്കിൽ. പക്ഷെ അവിടെ എല്ലാം കയ്യേറ്റം വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കടുവയുടെ എണ്ണം കുറഞ്ഞു കാരണം അവന് ജീവിക്കേണ്ട അവൻ്റെ ടെറിട്ടറിയുടെ അളവ് കുറഞ്ഞു വരുമ്പോൾ നശിച്ചു പോകുന്നു. മറ്റൊന്ന് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായ ചൂഷണം. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നതിന് തെറ്റാണ്, അവിടെ അമിത ചൂഷണം. അപ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ, സെല്ലസി, കൗ, പാസഞ്ചർ പിജിൻ, ധാരാളം മറൈൻ ഫിഷ്, ട്രോളിംഗ് ഒക്കെ ഇല്ലേ, ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരുപാട് ജീവികൾ വംശനാശം സംഭവിച്ചു. ദെൻ ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ, മറ്റ് ജീവികളെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ജീവികൾ, നമ്മുടെയൊക്കെ ലൻഡാന, അതുപോലെ നൈൽ പെർച്ച് എന്ന് പറയുന്ന ലേക്ക് വിക്ടോറിയയെ കൊണ്ട് വിട്ടൊരു മത്സ്യം, അതുപോലെ നമ്മുടെ ഇവിടെയുള്ള ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്, ആഫ്രിക്കൻ കാറ്റ്ഫിഷ് നമ്മുടെ നാട്ടിൻപുറത്ത് കൃഷിക്ക് വേണ്ടി കൊണ്ട് നമ്മൾ വെള്ളത്തിലേക്ക് ചാടിയിട്ട് നമ്മുടെ നാട്ടിൻപുറത്തുള്ള നമ്മുടെ വയലുകളും കണ്ടങ്ങളും ആറുകളിലും ഒക്കെയുള്ള മത്സ്യങ്ങളുടെയൊക്കെ സമ്പത്ത് കുറയുന്നതിന് കാരണമാണ്. കാരണം അവൻ പിടിച്ച് ഇനിയിപ്പം പെരുകുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഒത്തിരി. ദെൻ കോ എക്സ്റ്റിങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി നശിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് വേറെ കുറേ ആൾക്കാർ കൂടി നശിച്ചു പോകുന്ന ഒരവസ്ഥ. അപ്പം അങ്ങനെ 4 തരത്തിലാണ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാകുന്നത്. പിന്നെ ഇതിനെ കൺസർവ് ചെയ്യാൻ പ്രധാനമായിട്ട് 3 ആർഗ്യുമെൻറ്റ്സ്. ഒന്ന് നാരോലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ്സ്. കാരണം നമുക്ക് കുറേ ആവശ്യങ്ങൾ ഈ ബയോഡൈവേഴ്സിറ്റി കൊണ്ട് നമുക്ക് നിർവഹിക്കപ്പെടുന്നുണ്ട്. നമുക്ക് ആവശ്യമായ ഫുഡ് കിട്ടുന്നുണ്ട്, റെസിൻ, ഗമ്മ്, അത് ഫയർവുഡ്, ഫൈബർ, ഇങ്ങനെയുള്ള പല കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇങ്ങനെയുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്നുണ്ട്, മനുഷ്യന് കിട്ടുന്നുണ്ട്. അതിനെ സംരക്ഷിക്കണം. അതൊരു ചെറിയ ഉപയോഗമാണ്. ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അല്പം കൂടെ ഉയർന്ന ഇതാകും. നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിൽ തന്നെ ഒരുപാട് സർവീസുകൾ ഇവർ ചെയ്യുന്നുണ്ട്. പോളിനേഷൻ നടക്കണമെങ്കിൽ ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ പോളിനേഷൻ ഉണ്ടായില്ലെങ്കിൽ മറ്റ് പല ചെടികളും ഇല്ലാണ്ടായി പോകും. അപ്പോൾ അങ്ങനെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് അല്ലേ, നമ്മുടെ ആമസോൺ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൊത്തം ഓക്സിജൻ്റെ 20% ആമസോൺ ഫോറസ്റ്റാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കൊക്കെ പ്രാധാന്യമുണ്ട് ഈ ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ അതുകൊണ്ട് കൺസർവ് ചെയ്യും. ദെൻ എത്തിക്കൽ റീസൺസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആനിമൽസും മൃഗങ്ങളും മൈക്രോബ്സും ഒക്കെ ഭൂമിയിലുണ്ട്. ഒന്നും യൂസ്ലെസ് എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. നമുക്ക് നോക്കുമ്പോൾ ഒരു എക്കണോമിക് വാല്യൂ ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ലെങ്കിലും അവൻ്റേതായ വിലയുണ്ടാകും. അതുകൊണ്ട് അവയെല്ലാം സംരക്ഷിക്കപ്പെടണം. നമ്മളെപ്പോലെ തന്നെ മറ്റുള്ള ജീവികളിലൂടെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ കൺസർവ് ചെയ്യും? 2 തരത്തിലുള്ള കൺസർവേഷൻ: ഇൻസിറ്റ് കൺസർവേഷൻ, എക്സിറ്റ് കൺസർവേഷൻ. ഇൻസിറ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ദ ഏരിയ, അവൻ എവിടെയാണോ ജീവിക്കുന്നത് ആ ഏരിയ വെച്ച് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളുണ്ട്, ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്, നാഷണൽ പാർക്കുണ്ട്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്, സേക്രഡ് ഗ്രൂവ്സ് ഉണ്ട്. ഇതെല്ലാം അവൻ എവിടെയാണോ വസിക്കുന്നത് ആ വാസസ്ഥലം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവനെ നിലനിർത്തുക ആണ് ഇൻസിറ്റ് കൺസർവേഷൻ. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്താ ബൊട്ടാണിക്കൽ ഗാർഡൻ ആയിട്ടെ, സൂ ആയിക്കോട്ടെ, അപ്പം അവൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് മാറ്റി അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എക്സിറ്റ് കൺസർവേഷൻ. അത് രണ്ടും ഒന്നോ പഠിച്ചോണം. ഇൻസിറ്റും എക്സിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എക്സിറ്റ് കൺസർവേഷനിൽ ക്രൈ പ്രിസർവേഷൻ ഒന്ന് പ്രത്യേകം നോക്കണം. പ്രിസർവേഷൻ അറ്റ് -196 ഡിഗ്രി സെൽഷ്യസ്. സ്പേമ്, എഗ്സ്, ആനിമൽ സെൽസ്, ടിഷ്യൂസ്, എംബ്രിയോസ് ഇവയെല്ലാം ഈ കുറഞ്ഞ തണുപ്പിൽ എന്ത് ചെയ്യാൻ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിനെ പറയുന്ന പേരാണ് ക്രൈ പ്രിസർവേഷൻ. പ്രിസർവേഷൻ അറ്റ് -196 ഡിഗ്രി സെൽഷ്യസ്. അതൊന്ന് ഓർമ്മ വേണം കേട്ടോ. പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സുവോളജിയിൽ ഈ ഒരു 5 ചാപ്റ്ററിൽ നിന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിച്ചുകൊണ്ട് പോകാമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എവല്യൂഷനും അതുപോലെ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം 3 ചാപ്റ്റർ, അതിനകത്തെ പ്രധാന ടോപ്പിക്കുകളും പഠിച്ചുകൊണ്ട് പോകാമെങ്കിൽ നിങ്ങളുടെ മാർക്ക് എങ്ങും പോകത്തില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം പരീക്ഷയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കൃത്യമായിട്ടൊന്ന് പഠിക്കുക, നല്ല മാർക്ക് നേടുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.